ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇത്തവണ പുതിയൊരു കഥ എഴുതാൻ എനിക്ക് പതിവിൽ കൂടുതൽ സമയം വേണ്ടി വന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള തുടരെയുള്ള വാർത്തകൾ കണ്ടും കേട്ടും ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ആ വിഷമത്തിൽ എഴുതി തുടങ്ങിയ കഥ പൂർത്തിയാക്കാൻ എനിക്ക് കഴിയാതെയായി. അതാണ് ഇത്രയും വൈകിയത്. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ ഒരു ലോങ് സ്റ്റോറിയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്നാൽ സമയം ഒട്ടും കളയാതെ കഥ പറയാം. ഒരു കുടിസും മുറിയും ഹാളും അടുക്കളയുമുള്ള ദില്ലിയിലെ ആ അറുപഴഞ്ഞം വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഓടിപ്പോകാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. വലിയൊരു മലയോളം പൊക്കമുള്ള ചവറ്റുകുണിക്ക് പിന്നിലാണ് എന്റെ ഈ വീട്. അതിനെ വീടെന്ന് പറയാൻ പറ്റുമോ എന്നെനിക്ക് സംശയമാണ്. ഓർമ്മ വെച്ച കാലം മുതൽക്കേ ഞാൻ ഈ വീട് കണ്ടാണ് വളർന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളുടെയും വീട്ടിൽ പോയിട്ടുണ്ട്. വലുതും ചെറുതുമായ അവരുടെ വീടുകളെക്കാളും ഏറെ ചെറുതായിരുന്നു ഞാൻ താമസിക്കുന്ന ഇടം. സുഹൃത്തുക്കൾ പലപ്പോഴും എന്റെ വീട്ടിൽ വരണമെന്ന് ശാഠ്യം പിടിച്ചപ്പോഴെല്ലാം മനഃപൂർവ്വം ഞാനവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വഴക്ക് കൂടി അങ്ങനെയുള്ള അവസരങ്ങൾ ഇല്ലാണ്ടാക്കുകയായിരുന്നു പതിവ്. ഇടയ്ക്കിടെയുള്ള എന്റെ ഈ വഴക്കുപിടുത്തം കാരണം എനിക്കെന്റെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ആ കാലത്തൊക്കെ ഈ വീടിനെക്കുറിച്ചുള്ള കുറ്റം പറഞ്ഞ് ഞാൻ അമ്മയുടെ മുന്നിൽ ചെന്ന് കരഞ്ഞിരുന്നു. അപ്പോൾ അമ്മ എന്നെ ചേർത്ത് നിർത്തി എന്റെ തലയിൽ തലോടിക്കൊണ്ട് പറയും, ശ്രീ, നമുക്ക് ആലപ്പുഴയിൽ വലിയൊരു കോവിലകമുണ്ട്. അവിടെ നിനക്ക് 4 അമ്മാവന്മാരുണ്ട്, ഒത്തിരി ബന്ധുക്കളുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ അമ്മ ഈ കാര്യം പലതവണ എന്നോട് പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ അങ്ങനെ ഒരു വീടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഈ കുടിസ വീട്ടിൽ താമസിക്കുന്നതെന്ന് ഒരുപാട് തവണ ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു. എന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ അമ്മ ഒരു ചിരിയോടെ പറയും, നിന്റെ അച്ഛൻ ഇവിടേക്കാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. അന്ന് തൊട്ട് എന്റെ വീട് ഇതാ. അത് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് വിരിഞ്ഞ ആ ചിരിക്ക് പിന്നിൽ വലിയൊരു ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുമായിരുന്നു. പിന്നീട് വളർന്നപ്പോൾ ഞാൻ ആ സത്യം മനസ്സിലാക്കി. ആലപ്പുഴയിലെ മാണിക്കശ്ശേരി എന്ന കോവിലകം, അവിടുത്തെ കാരണവരായ നാരായണൻ പൊറ്റിയുടെ 5 മക്കളിൽ ഒരേ ഒരു പെൺതരിയാണ് എന്റെ അമ്മയായ മൃദുല. തൃപ്പൂണിത്തറയിലുള്ള ഒരു ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ വീട്ടുകാരും അറിയാതെ അച്ഛനെ വിവാഹം കഴിച്ചത്. എന്റെ അച്ഛൻ ജോസ് ആ കോളേജിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അന്യജാതിക്കാരനായ ഒരു പുരുഷനെ വിവാഹം കഴിച്ചതറിഞ്ഞാൽ അമ്മയുടെ അച്ഛനും ആങ്ങളമാരും ചേർന്ന് അമ്മയെയും അച്ഛനെയും ജീവനോടെ വെച്ചേക്കില്ലായിരുന്നു. അതിനാലാണ് ഇരുവരും ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ദില്ലിയിലേക്ക് ട്രെയിൻ കയറിയത്. അമ്മയെയും കൂട്ടി അച്ഛൻ അന്ന് വന്നത് അച്ഛന്റെ ഒരു സുഹൃത്തിന്റെ അടുത്തേക്കായിരുന്നു. ആ സുഹൃത്താണ് വരയ്ക്കാൻ അറിയാമായിരുന്ന അച്ഛന് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഡ്രോയിങ് ടീച്ചറായിട്ട് ജോലി തരപ്പെടുത്തി കൊടുത്തത്. എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന അച്ഛന്റെ സാലറി ഒന്നിനും തികയില്ലായിരുന്നു. അന്ന് അമ്മയുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾക്ക് വിറ്റാണ് ചവറുമലയുടെ അരികെയുള്ള ഈ കുഞ്ഞം വീട് അച്ഛൻ സ്വന്തമാക്കിയത്. ചില രാത്രികളിൽ അമ്മ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും. മാണിക്കശ്ശേരി തറവാടിനെ പറ്റിയും അവിടെയുള്ളവരെയും പറ്റി പറയുമ്പോൾ അമ്മയ്ക്ക് 100 നാവാണ്. ഞാൻ ജനിച്ചതിന് ശേഷം അച്ഛന്റെ സുഹൃത്തായ വർഗീസ് സാറ് അമ്മയുടെ ആംഗ്ലമാരിൽ ഒരാളെ കണ്ട് വിവരം പറഞ്ഞിരുന്നു. പിണക്കമെല്ലാം മറന്ന് ഞങ്ങളെ തിരിച്ചു വിളിക്കുമെന്ന് തന്നെയാ വർഗീസ് സാറ് വിചാരിച്ചത്. അന്ന് അദ്ദേഹം ഫോൺ നമ്പറും കൈമാറിയതാ. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണവും ഉണ്ടായില്ല. ഇതിനിടയിൽ ഇളയ അമ്മാവന്മാരുടെ എല്ലാം വിവാഹം കഴിഞ്ഞുപോയി. അവർക്കെല്ലാം കുട്ടികളും കുടുംബവുമായി. മാണിക്കശ്ശേരി കോവിലകത്തെ കാരണവരായ എന്റെ മുത്തശ്ശൻ നാരായണൻ പോറ്റിയും മരിച്ചു മണ്ണോട് ചേർന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെ നാട്ടിൽ പോയി തിരിച്ചു വരുന്ന വർഗീസ് സാർ മുഖേനയാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. മുത്തശ്ശി മരിച്ചപ്പോൾ അച്ഛനുമൊത്ത് അമ്മ കോവിലകത്ത് പോയതായിരുന്നു. പക്ഷേ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി വെച്ച അമ്മയെ അമ്മാവന്മാർ അന്ന് പടിക്ക് പുറത്ത് തന്നെ നിർത്തി. ഞാൻ അന്ന് കൈക്കുഞ്ഞായിരുന്നു. അതുകൊണ്ട്
എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഉറക്കം വരാതെ കിടക്കുന്ന ചില രാത്രികളിൽ മാണിക്കശ്ശേരി തറവാട്ടുകാരെ പറ്റിയും ആ നാടിനെ പറ്റിയും അമ്മ പറഞ്ഞു തന്ന അറിവേ എനിക്കുള്ളൂ. അങ്ങനെ അമ്മ പറഞ്ഞു തന്ന വാക്കുകളിലൂടെ ഞാൻ മാണിക്കശ്ശേരി കോവിലകം കണ്ടു. കോവിലകത്തിന് വടക്ക് വശത്തുള്ള കാവും കുളവും വലിയ പറമ്പും കാവിന് ചുറ്റിയൊഴുകുന്ന നാട്ടുതോടും എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ചിത്രം പോലെ കോറിയിട്ടു. പലതവണ അവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്തതുമാണ്. പക്ഷേ അമ്മ അതിന് ഒട്ടും സമ്മതിച്ചില്ല. +2 ശേഷം ദില്ലിയിൽ തന്നെയുള്ള ഒരു IT കോളേജിൽ ഞാൻ ചേർന്നു. പണത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ഒരു വിധത്തിലാണ് കോളേജ് പഠനം ഞാൻ പൂർത്തിയാക്കിയത്. ഇനി എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. എന്റെ പഠനച്ചിലവിനായി അച്ഛൻ പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. വലിയൊരു കടക്കണിയിലാണ് അച്ഛൻ അകപ്പെട്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഞാൻ ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് നിരാശയോടെ വീട്ടിൽ വന്നു കയറുമ്പോൾ ഞാൻ അമ്മയെ കുറ്റപ്പെടുത്താറുണ്ട്. നാട്ടിൽ വലിയ മുതലുള്ള വീട്ടിലെ ആളാ. ആരെന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്കും കൂടി അവകാശമുള്ള കോവിലകമാത്. എന്തിനാ ഈ ചെളിക്കുണ്ടിൽ കിടന്ന് ഇങ്ങനെ നരകിക്കുന്നത്? ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം അമ്മ ഒരു ചിരിയോടെ അതിനെ നേരിടും. ഒരിക്കൽ പോലും അച്ഛനെ അമ്മ കുറ്റം പറഞ്ഞിട്ടില്ല. എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന അമ്മയെ പ്രണയിച്ച് കല്യാണം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതിൽ അച്ഛനും നല്ല പ്രയാസമുണ്ട്. അത് പലപ്പോഴും അച്ഛന്റെ മുഖത്ത് പ്രകടമാകാറുമുണ്ട്. അങ്ങനെ പതിവ് പോലെ ഞാനൊരു ജോലി അന്വേഷിച്ച് ആലഞ്ഞു തിരിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത കേട്ടു. അമ്മയുടെ ആങ്ങളമാരിൽ ഒരാൾ അമ്മയെ ഫോൺ വിളിച്ചിരിക്കുന്നു. ഇളയമ്മാവൻ നരേന്ദ്രനാണ് ഫോണിൽ അമ്മയോട് സംസാരിച്ചത്. അമ്മ നല്ല ഹാപ്പിയായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കൂടെപ്പിറപ്പായ ഒരാളോട് സംസാരിക്കാൻ കഴിഞ്ഞത്. ഒരു പ്രത്യേക തിളക്കം തന്നെ അമ്മയുടെ മുഖത്ത് ഉണ്ടായിരുന്നു. സംഭവം അറിഞ്ഞപ്പോൾ എനിക്കും വലിയ സന്തോഷമായി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അമ്മാവൻ എന്തിനാണ് വിളിച്ചതെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. മാണിക്കശ്ശേരി തറവാട്ടിൽ സ്വത്ത് തർക്കം നടക്കുകയാണ്. മൂത്തമ്മാവനായ കൃഷ്ണൻ മാമ സ്വത്തിൽ ഭൂരിഭാഗവും കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് പാടില്ല. മുത്തശ്ശന്റെ പേരിലുള്ള സ്വത്തിൽ മക്കളായ 5 പേർക്കും തുല്യ അവകാശമുള്ളതാണല്ലോ. കൂർമ്മബുദ്ധിക്കാരനായ കൃഷ്ണമാമ പലതും സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. ഇക്കണ്ട സ്വത്തെല്ലാം അങ്ങനെ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോഴാണ് ഇളയ 3 അമ്മാവന്മാർക്കും ഒരേ ഒരു പെങ്ങളായ എന്റെ അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നത്. കൃഷ്ണമാമ ഇപ്പോൾ വെച്ച് അനുഭവിക്കുന്ന സ്വത്തുക്കൾ അമ്മയ്ക്കും അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് കൃഷ്ണമാമയോട് എതിരിടാൻ അമ്മയെയും കൂടി അവർ നാട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. സംഭവമെല്ലാം അറിഞ്ഞപ്പോൾ ഞാനും അങ്ങ് ഉഷാറായി. ഞാൻ അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. അമ്മ പോകണം. ഇവിടെ ഇങ്ങനെ നരകിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ. കോവിലകത്ത് നിന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ഷെയർ ലഭിച്ചാൽ അത് വിറ്റ് ഇവിടെ നല്ലൊരു വീട് സ്ഥലവും വാങ്ങണം. ഞാൻ വാക്കുകൾ പൂർത്തിയാക്കേണ്ട താമസം. അമ്മ അതിനെതിരെ പറഞ്ഞു. എന്ത് ഷെയർ? എനിക്ക് കോവിലകത്ത് നിന്ന് ഒന്നും വേണ്ട. അതെല്ലാം ഞാൻ എന്നെ ഉപേക്ഷിച്ചതാണ്. ബന്ധുക്കളെ എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ട്. അമ്മയുടെ ഈ അഭിപ്രായം എനിക്ക് ഒട്ടും ദഹിച്ചില്ല. ഞാൻ ഒച്ച വെച്ചു. അമ്മയ്ക്ക് അവകാശപ്പെട്ടത് എന്തിനാ മറ്റുള്ളവർക്കായി വേണ്ടെന്ന് വെക്കുന്നത്? കടക്കണിയിൽപ്പെട്ട് അച്ഛൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്റെ ഉച്ചത്തിലുള്ള സംസാരം അച്ഛനത്ര പിടിച്ചില്ല. നിന്റെ അമ്മയുടെ കോവിലകത്ത് നിന്ന് കൊണ്ടുവന്നിട്ടല്ലോ നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞത്. അമ്മ ഉപേക്ഷിച്ചതിനെ ചൊല്ലി നീ തർക്കിച്ച് വലിയ ആളാകണ്ട. അച്ഛൻ അങ്ങനെയാണ്. അമ്മ എന്ത് പറഞ്ഞാലും അച്ഛൻ അമ്മയുടെ പക്ഷത്തേ നിൽക്കൂ. എന്തായാലും ഞാൻ അവരുടെ മുന്നിൽ എന്റെ നയം വ്യക്തമാക്കി. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട. മാണിക്കശ്ശേരി കോവിലകം എന്റെ മുത്തശ്ശന്റേതാണ്. എനിക്കുമുണ്ട് അവിടെ അവകാശം. ഞാൻ അവിടെ പോകും. കിട്ടേണ്ടത് പറഞ്ഞു വാങ്ങിക്കുകയും ചെയ്യും. എന്റെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ അമ്മയ്ക്കും അച്ഛനും എതിര് നിൽക്കാനായില്ല. അങ്ങനെ ആ രാത്രിയിൽ മാണിക്കശ്ശേരി കോവിലകത്തേക്ക് പോകാനുള്ള സമ്മതവും വാങ്ങിച്ചാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. മനസ്സ് നിറയെ കോവിലകമായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ അമ്മയുടെ നാവിൽ നിന്ന് കേട്ട മാണിക്കശ്ശേരി കോവിലകവും അവിടുത്തെ കാരണവരായ
മാന്ത്രികൻ നാരായണൻ പോറ്റിയുടെ കഥകളും അത്രയും ആഴത്തിൽ എന്റെ മനസ്സിൽ പതിഞ്ഞു പോയിരുന്നു. കൂമൻ കൂവുന്ന രാത്രികളിൽ കോവിലകത്തെ സ്ത്രീജനങ്ങളാരും പുറത്തിറങ്ങാൻ പാടില്ലെന്നായിരുന്നു മുത്തശ്ശന്റെ കൽപ്പന. നാഗദൈവങ്ങളും യക്ഷിയും കാവലുള്ള മാണിക്കശ്ശേരിയുടെ മുറ്റത്ത് ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ പലതും കണ്ടെന്നു വരും. രാത്രിയുടെ 3-ാം യാമങ്ങളിൽ അറയിൽ ചെമ്പട്ട് തെറുത്ത് ചുറ്റിക്കെട്ടി നാരായണൻ പോറ്റി കോൽവിളക്കും കയ്യിൽ പിടിച്ച് കോവിലകത്തിന്റെ വടക്കോട്ട് വെച്ചു പിടിക്കും. കാവിലെ യക്ഷി അമ്പലത്തിൽ ആ സമയത്ത് ചില പ്രത്യേക പൂജകൾ ഉണ്ടാവും. എല്ലായ്പ്പോഴും മുത്തശ്ശന്റെ കൂടെ യക്ഷി ഉണ്ടായിരുന്നുവെന്ന അമ്മ പറയാറുള്ളത്. പുകയും ചേരും നിറഞ്ഞ ദില്ലി നഗരത്തിന്റെ ഒരു കോണിൽ വളർന്നു വന്ന എനിക്ക് ഇതെല്ലാം വലിയ അത്ഭുതങ്ങളായിരുന്നു. വിഷപ്പാമ്പുകളെ ആരെങ്കിലും പൂജിക്കുമോ? നാഗദൈവങ്ങൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ തുള്ളി ഉറയുമോ? എണ്ണിയാൽ ഒടുങ്ങാത്ത എന്റെ ഇത്തരം സംശയങ്ങൾക്ക് അമ്മയുടെ പക്കൽ ഉത്തരങ്ങളുണ്ടായിരുന്നു. മണികിളിക്ക് കൂവിയാർത്ത് വരുന്ന മാടൻ ദേവിയമ്പലത്തിലെ വരത്തുപോക്കിന് മുന്നോടിയായി ചീറിപ്പാഞ്ഞു വരും. ആ സമയത്ത് വഴിയിൽ തടസ്സമായി നിൽക്കാൻ പാടില്ല. ഇനി അങ്ങനെ തടസ്സമുണ്ടാക്കിയാൽ അയാളെ മാടൻ അടിച്ചിടും. മാടന്റെ അടി കിട്ടിയാൽ മരണമാ പറഞ്ഞിരിക്കുന്നത്. ഇനി ചിലപ്പോൾ ജീവൻ ബാക്കിയായാലും വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. കാരണം മാടൻ തട്ടിയാൽ മരണം, അല്ലെങ്കിൽ മാനസിക രോഗം. ഇതിൽ രണ്ടിലൊന്ന് ഉറപ്പ്. പഠിത്തവും വിവരവുമുള്ള അമ്മയാ പറയുന്നത്. അമ്മയ്ക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയാനാവുക? ഞാൻ അമ്മയെ കളിയാക്കി തുടങ്ങുമ്പോഴേ അമ്മ ചില കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വായടപ്പിക്കും. പണ്ടൊക്കെ മിക്ക തറവാട്ടിലും കാവുണ്ടായിരുന്നു. അവിടെയുള്ള ഇഴജന്തുക്കളെ എല്ലാവരും നാഗദൈവങ്ങളായിട്ടാണ് കരുതുക. സർപ്പദോഷത്തെ ഭയന്ന് ആരും തന്നെ മരം വെട്ടിമുറിച്ച് കാവ് നശിപ്പിക്കില്ല. കുളവും മലയും ആരും ഇല്ലാതാക്കില്ല. അതിനൊന്നും ആർക്കുമൊന്ന് ധൈര്യമില്ലായിരുന്നു. കാവിനോട് ചേർന്ന് കുളമുണ്ടാകും. ആ കുളം നാഗത്താന്മാർക്ക് നീരാടാനുള്ളതാണ്. അത് നശിപ്പിച്ചാൽ സർപ്പകോപം ഉറപ്പ്. ഇനി മലയിലാണ് മാടന്റെ വാസം. അപ്പോൾ മാടനെ ഭയന്ന് മല വെട്ടി കല്ലെടുക്കാനൊന്നും ഒറ്റെണ്ണത്തിനും ചങ്കുറപ്പില്ല. അതുകൊണ്ട് ഇതെല്ലാം കെട്ടുകഥകളായാൽ പോലും മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടാകുമല്ലോ. ആ ഭയത്താൽ അവൻ പ്രകൃതിയെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? അന്ധവിശ്വാസം അത് പാടില്ല. പ്രകൃതിക്ക് ഇങ്ങനെ ചില വിശ്വാസങ്ങൾ ഗുണമാകുമല്ലോ. അമ്മയുടെ കണ്ടുപിടുത്തത്തിന് മുന്നിൽ ഞാൻ പകച്ചു നിന്നു. പണ്ടുള്ളവർക്ക് കാടും മലയും കടലും പുഴയും എല്ലാം ദൈവങ്ങളായിരുന്നു. അതുകൊണ്ട് അവരതൊന്നും ഇല്ലാതാക്കാൻ പോയില്ല. ഭയം കൊണ്ടാണെങ്കിലും അതിനെയെല്ലാം അവർ സംരക്ഷിച്ചു പോന്നു. അതുകൊണ്ടെന്താ, ശുദ്ധമായ പ്രാണവായു തന്നെ നാട്ടിലുള്ളവർക്ക് കിട്ടുന്നു. മലകൾ മഴമേഘത്തിൽ തടഞ്ഞ് മഴ പെയ്യിക്കുന്നു. ഇവിടെ ഈ ദില്ലിയിൽ പുക നിറഞ്ഞ വായു, ചുറ്റും വേസ്റ്റ് കൂണകൾ, മരങ്ങൾ പേരിനേയുള്ളൂ. വർഷത്തിന്റെ പകുതിയും കനത്ത ചൂട് മാത്രം. മഴയെങ്ങാനും പെയ്തു പോയാൽ വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതുകൊണ്ട് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും വീടിനകത്തും വെള്ളം കയറും. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ്. ഇപ്പോൾ നാട്ടിലുള്ളവർക്കും ഒന്നിനോടും ഒരു ഭയവുമില്ല. അവർക്ക് കാവും വേണ്ട, കുളവും വേണ്ട, മലയും പുഴയും ഒന്നും ആവശ്യമില്ല. എല്ലാം വെട്ടി നിരത്തണം. കുറെ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കണം, പണം സമ്പാദിക്കണം, അത്രമാത്രം. പണ്ടത്തെ ആ വിശ്വാസങ്ങളെ മുറുക്കി പിടിച്ച് ജീവിക്കുന്ന കുറച്ചു പേരിലുള്ളവരാണ് അമ്മയുടെ കോവിലകത്തുള്ളവർ. മാണിക്കശ്ശേരി കോവിലകത്തെപ്പറ്റി അമ്മ വാചാലിയാകുമ്പോൾ എന്റെ മനസ്സ് പഴയ ചില മലയാള സിനിമകളിലൂടെ സഞ്ചരിക്കും. എന്റെ സ്വന്തം ജാനകിക്കുട്ടിയിലെ കാവും യക്ഷിയും, ശ്രീകൃഷ്ണപരന്തിലെ കാരണവരും എല്ലാം കൺമുന്നിൽ ഒരു ചിത്രം പോലെ തെളിഞ്ഞു വരും. ഒരു വിധത്തിലാണ് ആ രാത്രി ഞാൻ ട്രെയിൻ ടിക്കറ്റ് ഞാൻ ഫോണിൽ തന്നെ ബുക്ക് ചെയ്തു. സ്വപ്നത്തിലൂടെ മാത്രം കണ്ട് പരിചയമുള്ള മാണിക്കശ്ശേരി കോവിലകത്തേക്ക് ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ചു. ന്യൂഡൽഹിയിൽ നിന്ന് തിരിച്ച ട്രെയിൻ എറണാകുളത്ത് ചെന്ന് നിന്നത്
മൂന്നാം ദിവസം രാവിലെ ഒരു 11 മണിയോടടുത്താണ്. പണം കയ്യിൽ കമ്മിയാണ്. ടാക്സി പിടിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് വേണ്ടെന്ന് വെച്ച് ഞാനൊരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിപ്പറ്റി. അമ്മ പറഞ്ഞതനുസരിച്ച് ചേർത്തലയിൽ ഇറങ്ങി. ഇനിയുള്ള വഴി കണ്ടുപിടിക്കാൻ ഗൂഗിൾ മാപ്പ് തന്നെ തുണ. അമ്മ നാട്ടിൽ നിന്ന് പോയിട്ട് വർഷം കുറെ ആയില്ലേ, അതിനാൽ നാട്ടുവഴിയൊക്കെ മാറിയിരിക്കാം. എന്തായാലും ഗൂഗിൾ മാപ്പ് ചതിച്ചില്ല. ഞാൻ മാണിക്കശ്ശേരി കോവിലകത്തിന്റെ മുന്നിൽ തന്നെ ചെന്ന് നിന്നു. അവിടെ ചെന്നിറങ്ങിയത് ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു. വണ്ടി തിരിക്കും മുമ്പ് ഓട്ടോക്കാരൻ ചേട്ടൻ ഒരു ചിരിയോട് ചോദിച്ചു, കുഞ്ഞ് എവിടുന്നാ വരുന്നത്? മറുപടി പറയാൻ അല്പം മടി തോന്നിയെങ്കിലും മുടി നിറച്ച ആ ചേട്ടന്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ഞാൻ മറുപടി പറഞ്ഞുപോയി. ഞാൻ ദില്ലിയിൽ നിന്ന് വരികയാ. കോവിലകത്തെ കാരണവരായിരുന്ന നാരായൺ പോറ്റിയുടെ ഒരേ ഒരു മകൾ മൃദുലയുടെ മോന. അത് കേട്ടതും ഓട്ടോക്കാരന്റെ കണ്ണുകൾ വിടർന്നു. കുഞ്ഞ് മൃദുലയുടെ മോനാണോ? എവിടേക്കോ കണ്ടതുപോലെയുള്ള ഒരു മുഖം. അതാ ചോദിച്ചത്. ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ ഒന്നിച്ചു പഠിച്ചതാ. ചുമൽ തൂക്കിയ ഭാരമേറിയ ട്രാവൽ ബാഗ് ഒന്ന് നേരെയാക്കിയതിനു ശേഷം ഞാൻ ആ ചേട്ടനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് മെയിൻ റോഡിനോട് ചേർന്നുള്ള പൂഴി പാകിയ റോഡിലൂടെ നേരെ അങ്ങ് നടന്നു. ആ റോഡ് തീരുന്നത് കോവിലകത്തിന്റെ മുറ്റത്താണ്. ഒരു 3 മിനിറ്റ് നടക്കണം. മുന്നിലെ ഉയരം കുറഞ്ഞ പഴയ മതിലിനപ്പുറം തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന മാണിക്കശ്ശേരി കോവിലകം. എന്റെ ദൈവമേ, ഈ ഇരുനില കെട്ടിടം ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാളും വലുതാണല്ലോ. എത്രയെത്ര മുറികളാണ്! ഈ വീട്ടിൽ കഴിഞ്ഞിരുന്ന അമ്മയാണോ ചവറുമലയുടെ അരികെയുള്ള കുടിസ് വീട്ടിൽ ഈ സുഖസൗകര്യങ്ങളെല്ലാം മറന്ന് ജീവിക്കുന്നത്? കോവിലകത്തേക്ക് പ്രവേശിക്കാൻ 2 വഴികളുണ്ടായിരുന്നു. ഒന്ന് വലിയൊരു ഇരുമ്പ് ഗേറ്റും മറ്റൊന്ന് നിറയെ പടികളുള്ള ഒരു പടിപ്പുരയും. വാഹനങ്ങൾക്ക് സുഖമായി കടന്നു പോകാൻ പാകത്തിലായിരുന്നു ആ വലിയ ഗേറ്റിലൂടെയുള്ള വഴി. മലർക്കെ തുറന്നു കിടന്ന ആ ഗേറ്റിലൂടെ ഞാൻ മാണിക്കശ്ശേരി കോവിലകത്തിന്റെ മുറ്റത്ത് ചെന്ന് നിന്നു. അമ്മയുടെ നാവിലൂടെ മാത്രം കേട്ട് പരിചയമുള്ള കോവിലകം. എന്റെ മനസ്സിലെ ക്യാൻവാസിൽ ഞാൻ പകർത്തിയ കോവിലകത്തിന്റെ ചിത്രത്തിനേക്കാളും ഏറെ ഭംഗിയുള്ളതാണ് നേരിൽ കണ്ട ഈ കോവിലകം. വടക്ക് വശത്തുള്ള ഒരു അരമതിൽ, അവിടെയുമുണ്ട് ഒരു ചെറിയ ഗേറ്റ്. നിറയെ മരങ്ങൾ കൂട്ടം കൂട്ടമായി നിന്ന അവിടം അമ്മ പറഞ്ഞു തന്ന സർപ്പക്കാവിനോട് ഏറെ സാമ്യം തോന്നി. ആരാ? എന്താ അവിടെ നിന്ന് പരുങ്ങുന്നത്? ആരെയാ കാണേണ്ടത്? ഗാംഭീര്യം നിറഞ്ഞ ആ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിപ്പിടഞ്ഞ് തിരിഞ്ഞു നോക്കി. തിളങ്ങുന്ന മാർബിൾ പാകിയ സിറ്റൗട്ടിലെ പടികളിറങ്ങി ഒരു മനുഷ്യൻ എന്റെ നേർക്ക് നടന്നു വന്നു. അയാളുടെ നീളമുള്ള നരച്ച മുടി തോളപ്പമുണ്ടായിരുന്നു. വീതിയേറിയ പുരികങ്ങൾക്ക് നടുവിൽ നീളത്തിൽ വരച്ച ഭസ്മക്കുറികൾ, കുറുകിയ കണ്ണുകൾ. ആ കണ്ണുകളുടെ നോട്ടം എന്റെ മുഖത്ത് തറഞ്ഞു നിന്നു. അരയിൽ ചുറ്റിയ കരയുള്ള കാവ്യമുണ്ട് പാദങ്ങളെ മറച്ചിരുന്നു. നഗ്നമായ വിരിഞ്ഞ മാറിടത്തിൽ സ്വർണം കിട്ടിയ രുദ്രാക്ഷമാലയടക്കം 3 കൂടുതൽ മാലകൾ കഴുത്തിൽ ചുറ്റി വളഞ്ഞ് അങ്ങനെ കിടന്നു. സൈലന്റായി നിന്ന എന്റെ തൊട്ടരികിൽ വന്ന് അയാൾ നിന്നു. എന്റെ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ അയാൾ എന്നോട് വീണ്ടും ചോദിച്ചു, നീ ആരാ? ശ്രീഹരി, മാണിക്കശ്ശേരി കോവിലകത്തെ നാരായണൻ പൊറ്റിയുടെ ഏക മകൾ മൃദുലയുടെ മകനാണ് ഞാൻ. അയാളുടെ കുറുകിയ കണ്ണുകൾ പൊടുന്നനെ വികസിച്ചു. മുറുക്കിച്ചു വന്ന ചുണ്ടുകൾ തോൾമുണ്ടിൽ തുടച്ചതിനു ശേഷം ഒരു പരിഹാസ ചിരിയോടെ ആ മനുഷ്യൻ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നാരായണൻ പൊറ്റിയുടെ ആ മകൾ എന്നെ ചത്തുപോയി. അതുകൊണ്ട് അവളുടെ പേരും പറഞ്ഞ് ഇങ്ങോട്ടാരും എഴുന്നള്ളി വരണ്ട. വെളുത്തു തടിച്ച ആ മനുഷ്യൻ എന്റെ കഴുത്തിന് പിടിച്ച് എന്നെ പിന്നിലേക്ക് തള്ളി. പിറകിലേക്ക് വേച്ചു വീഴാൻ പോയ എന്നെ താങ്ങിയത് മറ്റു 2 കരങ്ങളായിരുന്നു. നിലത്ത് വീണ എന്റെ ബാഗ് എടുത്തുയർത്തി അയാൾ പറഞ്ഞു, ഇവനെ ഞാനാ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. എന്നെ നിലത്ത് വീഴാതെ താങ്ങിയ ആ മനുഷ്യനെ ഞാൻ അടിമുടി നോക്കി. അമ്മ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് അത് നരേന്ദ്രൻ മാമ ആയിരിക്കുമെന്ന് ഞാൻ സംശയിച്ചു. അദ്ദേഹം ആ വലിയ വീടിന്റെ മുന്നിലുള്ള റോഡ് മുറിച്ചു കടന്ന്
എന്നെയും വിളിച്ചുകൊണ്ട് മറ്റൊരു ഇരുനില കെട്ടിടത്തിലേക്ക് നടന്നു. ഗേറ്റ് കടന്ന് ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് എന്നെ മനസ്സിലായോ? നരേന്ദ്രൻ മാമയല്ലേ? ഞാൻ തിടുക്കത്തിൽ ചോദിച്ചു. ചെറുചിരിയോടെ അതേ എന്ന ഭാവത്തിൽ അദ്ദേഹം തലയാട്ടി. നിങ്ങൾ ഓരോരുത്തരെയും പറ്റി അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്. മാണിക്കശ്ശേരി കോവിലകത്തെപ്പറ്റി പറയുമ്പോൾ അമ്മയ്ക്ക് 100 നാവാ. ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹം അത് കേൾക്കാൻ ഒട്ടും താല്പര്യം കാണിക്കാതെ മരഗോവണി കയറി തുടങ്ങി. കൃഷ്ണേട്ടൻ ഒരു തന്നിഷ്ടക്കാരനാ. അങ്ങനെ എന്താണോ പറയുന്നത് അതങ്ങ് നടക്കണം. എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഞാനും എന്റെ ഫാമിലിയും ഈ പത്തായപ്പുരയിലേക്ക് മാറി. മൂത്ത 2 ചേട്ടന്മാരും കോവിലകത്ത് കൃഷ്ണേട്ടന്റെ കൂടെയാ താമസം. ഏട്ടൻ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. വർത്തമാനം പറഞ്ഞുകൊണ്ട് നരേന്ദ്രൻ മാമ ഗോവണിപ്പടി കയറി മുകളിലെത്തി നിന്നു. വീതി കൂടിയ വലിയൊരു വരാന്തയിലേക്കാണ് ഞങ്ങൾ പടി കയറി എത്തിയത്. ആ വരാന്തയോട് ചേർന്ന് 6ഓളം മുറിയുണ്ടായിരുന്നു. എല്ലാം അടഞ്ഞ നിലയിലായിരുന്നു. 2ാമത്തെ മുറിയുടെ വാതിൽ തുറന്ന് അദ്ദേഹം എന്റെ ബാഗ് അവിടെയുള്ള ഒരു വാർഡ്രോബിൽ കൊണ്ടുവച്ചു. നീ ഈ മുറി ഉപയോഗിച്ചോളൂ. താഴെ ഞാനും അമ്മായിയും ഉണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. എനിക്ക് ഒരു മകനാ, ആര്യൻ. അവൻ ഓസ്ട്രേലിയയിലാണ്. ഈ സമ്മർ വെക്കേഷന് ചിലപ്പോൾ വരും. കുളിച്ച് താഴത്തേക്ക് വന്നോളൂ. നമുക്കൊന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അദ്ദേഹം പടിയിറങ്ങി താഴേക്ക് പോയപ്പോൾ ഞാൻ എന്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. വലിയൊരു മുറിയായിരുന്നു അത്. ദില്ലിയിലെ ഞങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമും ഹാളും ചേർന്നാൽ ആ മുറിയുടെ വലിപ്പമായി. പഴയ കുറെ ഓയിൽ പെയിന്റിങ്സ് ഭിത്തിയിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ നോക്കിക്കണ്ടു. വിശാലമായ മുറിയിലെ വലിയ 2 വിൻഡോസും ഞാൻ മലർക്കെ തുറന്നിട്ടു. പത്തായപ്പുരയുടെ മുന്നിലെ വലിയ മുറ്റം, കോവിലകത്തിന്റെ മുകളിലത്തെ നില അവിടെ നിന്ന് നോക്കിയാൽ ഭാഗികമായി കാണാം. കാവിൽ നിൽക്കുന്ന മരത്തലപ്പുകളും കാണാനാകുന്നുണ്ട്. ഇനി കുളിച്ചിട്ടാകാം ബാക്കി കാഴ്ചകൾ. എനിക്ക് നല്ല യാത്രാക്ഷീണമുണ്ടായിരുന്നു. ഞാൻ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി. ഏറെ സമയമെടുത്തൊരു കുളി പാസാക്കി. പിന്നീട് അമ്മയോട് അല്പനേരം ഫോണിൽ സംസാരിച്ചു. അതിനുശേഷം നേരെ താഴത്തെ ഡൈനിങ് ഹാളിലെത്തി. ഡൈനിങ് ടേബിളിനരികിലെ ഒരു ചെയർ അല്പം പിന്നിലേക്ക് വലിച്ചിട്ടുകൊണ്ട് നരേന്ദ്രൻ മാമ എന്നോട് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ആഹാരം കഴിക്കുന്നതിനിടയിൽ നരേന്ദ്രൻ മാമ തന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങളൊക്കെ എന്നോട് വ്യക്തമാക്കി. നിന്റെ അമ്മ ഈ കോവിലകത്തിന്റെ പടിയിറങ്ങി പോയപ്പോഴേ അവൾ മരിച്ചു പോയതായിട്ട് തന്നെയാ നിന്റെ വല്യമ്മാവൻ കണക്കാക്കിയിരിക്കുന്നത്. അച്ഛൻ സമ്പാദിച്ചതെല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കണം. ഞങ്ങൾ 3 പേരോടും അടിമകളെ പോലെയാ പെരുമാറുന്നത്. ഭരതനും രാജേന്ദ്രനും അതൊക്കെ സഹിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിലും കൃഷ്ണേട്ടനോട് നല്ല വൈരാഗ്യമുണ്ട്. പക്ഷെ ആർക്കും ഏട്ടനെ ഒന്നും ചെയ്യാനാവില്ല. ബുദ്ധിയും ശക്തിയും കൊണ്ടല്ലല്ലോ ഏട്ടൻ മറ്റുള്ളവരെ നേരിടുക. അത് കേട്ടതും ഞാൻ അദ്ദേഹത്തെ ചോദ്യഭാവത്തിൽ നോക്കി. എന്റെ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ നരേന്ദ്രൻ മാമ പറഞ്ഞു, മന്ത്രവാദം, ആ വിദ്യയിൽ ഏട്ടൻ അഗ്രഗണ്യനാ. അച്ഛനുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൽ നിന്നാ ഇത്തരം വിദ്യകൾ കൃഷ്ണേട്ടൻ വശത്താക്കിയത്. അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തതെല്ലാം നല്ലത് മാത്രമായിരുന്നു. പക്ഷേ ചേട്ടന് നടന്നു കയറാൻ ആ വിദ്യകളൊന്നും പോരായിരുന്നു. ഏതൊരു ശക്തിയെയും നമുക്ക് നന്മക്കായും തിന്മക്കായും ഉപയോഗിക്കാം. ഇക്കാര്യങ്ങളിലൊന്നും മുൻപ് എനിക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. പോകെ പോകെ എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഇതിലൊക്കെ വിശ്വസിക്കാൻ ഒരു കാരണമാവുകയായിരുന്നു. പടിയടച്ച് പിണ്ടം വെച്ചാലും ബലിതർപ്പണം നടത്തിയാലും ജീവിച്ചിരിക്കുന്നയാൾ മരിച്ചെന്നാകില്ലല്ലോ. അച്ഛനുണ്ടാക്കിയ സ്വത്തിലെല്ലാം മൃദുലയ്ക്കും അവകാശമുണ്ട്. എല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ ഉണ്ടാകും. അതിനുശേഷം നീ ഇവിടെ നിന്ന് പോയാൽ മതി. അതത്രേയുള്ളൂ. കിട്ടാനുള്ളത് വാങ്ങിയിട്ടേ ഞാൻ പോകൂ. പിന്നെ മന്ത്രവാദം, അതൊക്കെ എന്തോന്ന്. നിയമപരമായി തന്നെ നമുക്ക് കൃഷ്ണമാമയെ നേരിടാം. ഞാൻ പറഞ്ഞു നിർത്തിയതും
നരേന്ദ്രൻ മാമ എന്നെ നോക്കി ഒരു വല്ലാത്ത ചിരി ചിരിച്ചു. അദ്ദേഹത്തിന്റെ ആ ചിരിയിൽ ഗൂഢമായ എന്തോ ഒരു രഹസ്യം മറഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി. അമ്മാവൻ തീനി മതിയാക്കി എണീറ്റ് പോയിട്ടും ഞാൻ പ്ലേറ്റിന് മുന്നിൽ തന്നെ ഇരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സുധാമായി അതറിഞ്ഞിട്ടെന്ന വണ്ണം കാലിയായി എന്റെ പ്ലേറ്റിലേക്ക് 2 ദോശ കൂടി വെച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം അങ്ങനെയൊക്കെ പറയും ഹരി. നീ എനിക്കെന്റെ ആര്യനെ പോലെയാ. കൃഷ്ണേട്ടനോട് പൊരുതാനൊന്നും നിന്നെക്കൊണ്ടാവില്ല. മൂപ്പര് മനസ്സിൽ കാണുന്നത് നമുക്കൊന്നും വിചാരിക്കാൻ പോലും ആവില്ല. പിന്നെ ബന്ധവും സ്വന്തവും ഒന്നും ഏട്ടന് വലിയ കാര്യമല്ല. പയ്യെ നിനക്കെല്ലാം മനസ്സിലാകും. അപ്പോൾ ഈ ചതിക്കുഴിയിൽ നിന്ന് നിനക്ക് കര കയറാൻ പറ്റിയില്ലെന്ന് വരാം. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് നീ മടങ്ങിപ്പോകുന്നതായിരിക്കും നല്ലത്. അമ്മായി ആ പറഞ്ഞതൊന്നും ഞാനത്ര കാര്യമാക്കിയില്ല. ആഹാരം മതിയാക്കി ഞാൻ ചേരിൽ നിന്ന് എണീറ്റു. എന്റെ മറുപടി പ്രതീക്ഷിച്ചതുപോലെ സുധാമായി കണ്ണുകൾ വിടർത്തി എന്നെ നോക്കി. വന്ന് കയറിയതല്ലേ ഉള്ളൂ. പോകുന്ന കാര്യത്തെപ്പറ്റി ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. അമ്മായി അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്ലേറ്റുമായി കിച്ചണിലേക്ക് നടന്നു. അന്നത്തെ രാത്രിയിൽ എനിക്കെന്തോ ഉറങ്ങാനായില്ല. എന്തോ ഒരു അസ്വസ്ഥത എന്നെ പിടികൂടിയിരുന്നു. ഞാൻ കിടന്ന ബെഡിനു ചുറ്റുമായി ആരോ നടക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ചിത്രങ്ങളിലെ മനുഷ്യരൂപങ്ങൾ ജീവൻ വെച്ചതുപോലെ എന്റെ അരികിലേക്ക് മെല്ലെ നടന്നു വന്നു. അതിലൊരു രൂപം എന്റെ കാൽ പിടിച്ച് വലിച്ച് എന്നെ ബെഡിൽ നിന്ന് നിലത്തേക്കിടാൻ ഒരു ശ്രമം നടത്തി. ഭയാനകമായ കാഴ്ചകൾക്ക് സാക്ഷിയായി ഒന്ന് അനങ്ങാൻ പോലും ആവാതെ ഞാൻ ഒരേ കിടപ്പ് കിടന്നു. ഉച്ചത്തിൽ അലറിക്കരയാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചെങ്കിലും പറഞ്ഞറിയിക്കാനാവാത്തത്ര ഒരുതരം മരവിപ്പ് എന്റെ ശരീരത്തിൽ ആകമാനം വ്യാപിച്ചിരുന്നു. കണ്ണിമകൾ പോലും ചലിപ്പിക്കാൻ കഴിയാതെ കിടക്കുന്ന സമയത്ത് ആ മുറിയുടെ വാതിൽ മെല്ലെ മെല്ലെ തുറന്നു വന്നു. പിന്നെ ആരോ തള്ളി അടച്ചതുപോലെ വലിയ ശബ്ദത്തിൽ ആ ഡോറ് സ്വയം അടഞ്ഞു. കറുത്ത നീണ്ട ഒരു മനുഷ്യരൂപം പാഞ്ഞു വന്ന് എന്റെ നെഞ്ചിന് മുകളിലേക്ക് കയറിയിരുന്നു. കൂർത്ത നഖങ്ങളുള്ള അതിന്റെ വിരലുകൾ എന്റെ കഴുത്തിൽ ശക്തമായി അമർന്ന സമയം ഞാൻ മരണവെപ്രളത്തോടെ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. ചുറ്റും നോക്കി. എല്ലാം സാധാരണ പോലെ തന്നെ. ചുമരിലെ ചിത്രങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. വലിയ വിൻഡോകൾ തുറന്നു തന്നെ കിടക്കുന്നു. ഭയാനകമായ ഒരു രൂപം പോലും എന്റെ മുന്നിൽ അപ്പോൾ ഇല്ലായിരുന്നു. വരാന്തയിൽ ലൈറ്റിന്റെ വെട്ടം ജനലഴികൾ കൂടി അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ നേർത്ത വെളിച്ചത്തിൽ ആ മുറിയിൽ ആകമാനം ഞാൻ കണ്ണോടിച്ചു. അതുവരെ കണ്ടതൊന്നും ഒരു സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് തന്നെ പ്രയാസമായി. എന്നാൽ ഞാൻ കണ്ട കാഴ്ചകൾക്ക് അത്രയ്ക്കും ഒറിജിനാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് എനിക്ക് ഉറക്കം വന്നില്ല. എന്തൊക്കെയായാലും ദില്ലിയിലെ എന്റെ കുടിസ് വീട്ടിൽ വെച്ച് ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് എനിക്ക് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. പില്ലോയ്ക്കരികിൽ വെച്ചിരുന്ന മൊബൈൽ ഫോണിൽ സമയം 3:30 കാണിച്ചു. ദില്ലിയിൽ രാവും പകലും ഒരുപോലെയാണ്. നിരത്തിൽ എപ്പോഴും ആളുണ്ടാവും. ഷോപ്പുകൾ എപ്പോഴും സജീവമായിരിക്കും. ഞാൻ ആ ചിന്തയിൽ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. പുറത്ത് ചീവീടിന്റെ മൂളിച്ച നന്നായി കേൾക്കാമായിരുന്നു. വളരെ പതുക്കെ തുടങ്ങുന്ന അവറ്റകളുടെ ഇരമ്പം മെല്ലെ ഉച്ചസ്ഥായിയിലേക്കെത്തും. പിന്നെ തുടങ്ങിയതുപോലെ തന്നെ ചെറിയൊരു ശബ്ദമായി അതൊതുങ്ങും. ആ കരച്ചിൽ ശബ്ദത്തിന്റെ ഏറ്റക്കുറിച്ചിലുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പത്തായപ്പുരയുടെ മുറ്റത്തേക്ക്. മുറ്റത്തും തൊട്ടു മുന്നിലുള്ള റോഡിലും ആവശ്യത്തിനുള്ള പ്രകാശമുണ്ടായിരുന്നു. ഇരുമ്പ് ഗേറ്റിന്റെ അഴികൾ പിടിച്ചുകൊണ്ട് ഞാൻ റോഡിനപ്പുറമുള്ള കോവിലകത്തേക്ക് നോക്കി. അവിടെയും വെട്ടമുണ്ട്. പക്ഷേ കാഴ്ചകൾ അത്ര വ്യക്തമല്ല. കോവിലകത്തിന്റെ മതിൽക്കെട്ടിനോട് ചേർന്ന് കിടക്കുന്ന വലിയ പറമ്പ്, വിളക്കിലെ ദീപം പോലെ ചെറിയൊരു വെട്ടം അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് കണ്ട ആ ദീപം എന്നെ ഏറെ ആകർഷിച്ചു. എന്തോ
എന്റെ കാലുകൾ ഞാൻ പോലും ആഗ്രഹിക്കാതെ അവിടേക്ക് നീങ്ങി തുടങ്ങി. പത്തായപ്പുരയുടെ ഗേറ്റ് തുറന്ന് ഞാൻ മുന്നിലെ റോഡിലേക്ക് ചുവടുകൾ വെച്ചതും എന്റെ അമ്മ എന്നെ പിന്നിൽ നിന്ന് വിളിച്ചതുപോലെ എനിക്ക് തോന്നി. ഒരു നിമിഷത്തേക്ക് ഞാനൊന്ന് നിന്നു. പിന്നീട് വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു. കാവിനടുത്തെത്തിയതും ആരോ ഒരാൾ ഒരു കോൽവിളക്കം കയ്യിലേന്തി കോവിലകത്തേക്ക് തിടുക്കത്തിൽ പോകുന്നത് ഞാൻ കണ്ടു. അയാൾ ഇരുട്ടിൽ നിന്ന് എന്നെ കണ്ടിരിക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ കണക്ക് കൂട്ടി. കാവിന് മുന്നിൽ തെളിഞ്ഞു നിന്ന ചട്ടിവിളക്കിന്റെ മുന്നിൽ ഒരു ഇലക്കീറും അതിൽ കുറച്ച് മാംസത്തുണ്ടുകളും കാണപ്പെട്ടു. ഏതൊക്കെയോ കാട്ടുപൂക്കൾ നിലത്താകെ ചിതറിക്കിടന്നിരുന്നു. വാഴയിലത്തുമ്പിലെ ചോര കിനിയുന്ന ആ ഇറച്ചി കഷ്ണത്തിലേക്ക് നോക്കി സ്തംഭിച്ചു നിന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പടുകൂറ്റൻ മരത്തിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള എന്തോ ഒന്ന് അതിവേഗത്തിൽ നിലത്തിരുന്ന ഇലച്ചിന്തിനരികിലേക്ക് പാഞ്ഞടുത്തു. തൊട്ടടുത്ത നിമിഷം ഇലച്ചിന്തിലെ ആ ഇറച്ചി കഷ്ണം എന്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. ആ സമയം ദേഹത്ത് തട്ടിയ ഒരു തണുപ്പം കാറ്റേറ്റ് ഞാൻ മുകളിലേക്ക് തല ഉയർത്തി നോക്കി. പകച്ചുപോയ എന്റെ മുഖത്തേക്ക് അപ്പോൾ മുകളിൽ നിന്ന് രക്തത്തുള്ളികൾ ഇറ്റിറ്റു വീണു. അപ്പോൾ മാത്രമാണ് തലക്ക് മുകളിലൂടെ ഇരമ്പി പാഞ്ഞു മാറിയ ആ കറുത്ത സംഭവം അസാധാരണ വലിപ്പമുള്ള ഒരു കടവാവലാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇരുട്ടിൽ തിളങ്ങിയ അതിന്റെ കണ്ണുകളിലെ കനൽത്തിളക്കം കണ്ട് അത് ഒരു കടവാവൽ തന്നെയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസം തോന്നി. ഒരു പക്ഷേ ആ ഇറച്ചിക്കഷ്ണം അത് അകത്താക്കിയിരിക്കും. അങ്ങനെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ മുഖത്ത് പറ്റിയ ചോരത്തുള്ളികൾ തുടച്ചു മാറ്റാൻ ഒരുങ്ങിയതും പൊടുന്നനെ ഇരുട്ടിൽ മറഞ്ഞ ആ കറുത്ത ജീവി എന്റെ മുഖത്തിന് നേർക്ക് പാഞ്ഞു വന്നു. ഓടി മാറാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അതിന്റെ നീണ്ട കൂർത്ത നഖങ്ങളാൽ എന്റെ മുഖത്തിലും കഴുത്തിലും നിറയെ മുറിവുകളുണ്ടായി. നീലൻ ചിറകുകൾ വിരിച്ച് എന്റെ തലക്കു ചുറ്റും വട്ടം കറങ്ങിയ ആ കൂറ്റൻ കടവാവലിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കാവിനരികിലുള്ള അരമതിൽ ചാടിക്കടന്ന് ഞാൻ കോവിലകത്തിന്റെ പിന്നിലെ വരാന്തയിലേക്ക് കയറി. എന്തോ കോവിലകത്തിന്റെ ചുറ്റുമതിൽ കടന്ന് ആ കൂറ്റൻ ജീവി എന്റെ പിന്നാലെ വന്നില്ല. മുഖത്തും കഴുത്തിനുമേറ്റ മുറിപ്പാടുകൾ നീറിപ്പുകയാൻ തുടങ്ങി. വിയർത്തൊഴുകിയ മുഖം ഞാൻ എന്റെ ഷർട്ടിന്റെ സ്ലീവ് കൊണ്ട് തുടച്ചുകൊണ്ടിരുന്ന സമയത്താണ് നീലൻ വരാന്തയുടെ അറ്റത്ത് നിന്ന് ഒരു തട്ടും മുട്ടും കേട്ടത്. ഞാൻ വരാന്തയിൽ നിന്ന് ചാടി എണീറ്റു. സംശയത്തോടെ വരിവരിയായ നീലൻ തൂണുകൾ പിന്നിട്ട് വരാന്തയുടെ അറ്റത്തെത്തി. ഞാൻ അവിടെ അവസാനം കണ്ട റൂമിൽ നിന്നുമാണ് ആ തട്ടും മുട്ടും ഞാൻ കേട്ടത്. അധികം പൊക്കമില്ലാത്ത ഒരു തടിവാതിൽ. താഴിട്ട് പൂട്ടിയ ആ മുറിക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിന്നു. തട്ടലും മുട്ടലും കൂടി വന്നപ്പോൾ ആ ചെറിയ ഡോറ് തുറക്കാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കി. ആരാ പുറത്ത്? ഞാനിവിടെയുണ്ടെന്നറിയാതെ ആരോ മുറി പൂട്ടിയതാ. ഈ കതവൊന്ന് തുറക്കുമോ? അകത്ത് നിന്ന് കേട്ടത് ഒരു പെൺശബ്ദമാണ്. ആരോ റൂമിൽ പെട്ടുപോയിട്ടുണ്ട്. ഒരു ഹെൽപ്പ് ചോദിച്ച സ്ഥിതിക്ക് എങ്ങനെയാ ചെയ്യാതിരിക്കുക? അങ്ങനെ അവസാനം എന്റെ കഴുത്തിൽ കിടന്ന സ്റ്റീൽ ചെയിനിലെ പെന്റഗൺ ഉപയോഗിച്ച് ആ ലോക്ക് തുറക്കാൻ ഞാൻ ഒരു അവസാന ശ്രമം നടത്തി. സാധാരണ കോളേജിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിൽ ആരുമില്ലെങ്കിൽ ഞാൻ എന്റെ ഈ നീലൻ പെന്റഗൺ ഉപയോഗിച്ച് പലതവണ ഡോറ് തുറന്നിട്ടുണ്ട്. എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ആ ലോക്ക് തുറന്നു വന്നു. ലോക്ക് തുറക്കാൻ കഴിഞ്ഞതോടെ ഞാൻ തിടുക്കത്തിൽ ആ ചെറിയ തടിവാതിൽ തള്ളി തുറന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആ മുറിക്കുള്ളിൽ ആരുമില്ലായിരുന്നു. കനത്ത ഇരുട്ട് മാത്രം അവശേഷിച്ച ആ റൂമിൽ നിന്ന് ഞാൻ വേഗം പുറത്തു കടന്നു. അപ്പോൾ മുമ്പ് കേട്ട പെൺശബ്ദം അതാരുടേതായിരുന്നു? എനിക്ക് വല്ലാത്ത വേവലാതിയായി. തിടുക്കത്തിൽ ഞാൻ എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ
മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നു പോയിരുന്നു. ഫോൺ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ആ ഇരുട്ട് നിറഞ്ഞ റൂമിൽ ഒന്ന് നോക്കാമായിരുന്നു. പുറത്തെ വരാന്തയുടെ അറ്റത്തുള്ള ലൈറ്റിന്റെ വെട്ടം ആ മുറിയിലേക്ക് എത്തുന്നില്ലായിരുന്നു. മലർക്കെ തുറന്നിട്ട ആ വാതിൽ പഴയതുപോലെ തന്നെ ഞാൻ ആ പെൻഡഗൺ ഉപയോഗിച്ച് ലോക്ക് ചെയ്തു. പിന്നെ വന്നതുപോലെ തന്നെ കോവിലകത്തിന്റെ അരമതിൽ ചാടിക്കടന്ന് കാവിന്റെ മുന്നിലെത്തി. അവിടെ നിലത്ത് കത്തിച്ചു വെച്ചിരുന്ന ആ മൺചിരാത് അത് അണഞ്ഞുപോയിരുന്നു. പക്ഷേ ആ ഭാഗത്ത് അപ്പോൾ അധികം ഇരുട്ടില്ലായിരുന്നു. അവിടെ നിന്ന് വേഗത്തിൽ മുന്നോട്ട് നടന്ന സമയത്ത് ആരോ എന്റെ പിന്നാലെ വരുന്നത് പോലെയുള്ള ഒരു ഫീൽ എനിക്കുണ്ടായി. പലതവണ തിരിഞ്ഞു നോക്കിയെങ്കിലും നേർത്തു തുടങ്ങിയ ഇരുട്ടിൽ എനിക്കാരെയും കാണാനായില്ല. ഹാളിലെ ക്ലോക്കിൽ മണി 4 കഴിഞ്ഞിരുന്നു. തൊട്ടുമുമ്പുണ്ടായ അനുഭവങ്ങളെല്ലാം ഒന്നൊന്നായി ഓർത്തുകൊണ്ടാണ് ഞാൻ മരകോവിന് കയറി എന്റെ മുറിയിലെത്തിയത്. ലൈറ്റ് ഓഫാക്കാതെ തന്നെ ഞാൻ കിടന്നു. നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു. ഇനിയെന്തുറങ്ങാനാ? പക്ഷേ വല്ലാത്തൊരു തളർച്ച എനിക്കുണ്ടായിരുന്നു. ക്ഷീണം കൊണ്ട് കണ്ണടഞ്ഞുപോയ ആ സമയത്തും അടഞ്ഞു കിടന്ന ഡോറിൽ ചാരി നിന്ന് ആരോ ഒരാൾ എന്നെ തന്നെ നോക്കുന്നതായി എനിക്ക് തോന്നി. പക്ഷേ ഭാരിച്ച കണ്ണിമകൾ തുറക്കാൻ എനിക്കായില്ല. ആ പുലർവേളയിൽ ഗാഢമായ ഉറക്കത്തിലേക്ക് ഞാൻ കൂപ്പുകുത്തി. ഡോറിൽ ആരോ മുട്ടി വിളിക്കുന്നത് കേട്ടാണ് ഞാൻ ആ ഉറക്കത്തിൽ നിന്നുണർന്നത്. പുറത്ത് സുധാമായി ആയിരുന്നു. കയ്യിലിരുന്ന കോഫി എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അമ്മായി എന്റെ ഉറക്കച്ചടവുള്ള കണ്ണുകളിലേക്ക് നോക്കി. രാവിലെ ഉണരുന്ന സ്വഭാവമൊന്നും ഇല്ലേ നിനക്ക്? മണി 11 കഴിഞ്ഞു. നിന്നെ താഴേക്ക് കാണാത്തത് കൊണ്ടാ ഞാൻ ഈ പടി കയറി ഇവിടേക്ക് വന്നത്. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അതുകൊണ്ട് ഏറെ വൈകിയാ ഞാൻ ഉറങ്ങിയത്. ഹാളിൽ 3 അമ്മാവന്മാരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവര് പലതും പറഞ്ഞ് നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കും. പക്ഷേ മറ്റെന്തിനേക്കാളും വലുത് നമുക്ക് നമ്മുടെ ജീവനാണല്ലോ. എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ നോക്ക്. അതായിരിക്കും നിനക്ക് നല്ലത്. ഇടയ്ക്കിടെ വാതിലിന് പുറത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അമ്മായി അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്. ഞാനിവിടേക്ക് വന്നതിൽ അമ്മായിക്ക് ഇഷ്ടക്കുറവുള്ളതായിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അനിഷ്ടത്തോടെ പറഞ്ഞു. എന്നെ പറഞ്ഞുവിടാൻ സുധമ്മായിക്ക് വല്ലാത്ത തിടുക്കമാണല്ലോ. ഈ കോവിലകം എന്റെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ടതാ. അത് നേരെ ചൊവ്വയൊന്ന് ഞാൻ കണ്ടതുപോലുമില്ല. അതിനു മുമ്പേ ഇവിടുന്ന് പോകാൻ പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും വന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ പോകൂ. എന്റെ തീരുമാനം അറിഞ്ഞതോടെ സുധാമായി ഒന്നും മിണ്ടാതെ പടിയിറങ്ങിപ്പോയി. ഹാളിൽ 3 അമ്മാവന്മാരും ചേർന്ന് എന്തോ വലിയ ചർച്ച നടത്തുകയായിരുന്നു. എന്നെ കണ്ടതും അവരെല്ലാം നിശബ്ദരായി. ആ സമയം അവിടേക്ക് വന്ന സുധാമായി ടേബിളിലിരുന്ന ന്യൂസ് പേപ്പർ എടുത്ത് തുറന്നു നോക്കി. അത് വായിക്കാനെന്ന വണ്ണം ഒരു ചെയറിലേക്ക് അവർ ഇരുന്നു. കട്ടിക്കണ്ണടക്കിടയിലൂടെ ഇടയ്ക്കിടെ അമ്മായി അമ്മാവന്മാരെ 3 പേരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ടെന്ന വണ്ണം നരേന്ദ്രൻ മാമ ഉച്ചത്തിൽ പറഞ്ഞു, സുധേ, നിനക്കപ്പുറത്ത് റൂമിലെങ്ങാനും പോയി പേപ്പർ വായിച്ചുകൂടെ? എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് സുധാമായി അപ്പോൾ തന്നെ ആ മുറി വിട്ടുപോയി. കൈക്കുഞ്ഞായിരുന്ന സമയത്ത് നിന്നെ കണ്ടതാ. അന്ന് മൃദുലയുടെ തോളോട് ഒട്ടിക്കിടന്ന് നീ ഉറങ്ങുകയായിരുന്നു. നിന്റെ അച്ഛൻ ജോസിനെ അന്നാ ഞങ്ങൾ ആദ്യമായി കണ്ടത്. വെളുത്ത മെല്ലിച്ച ഒരു പയ്യൻ. എന്ത് കണ്ടിട്ടാണ് മൃദുല എല്ലാം ഉപേക്ഷിച്ച് അവന്റെ കൂടെ പോയതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ഈ കോവിലകത്ത് റാണിയായി കഴിയേണ്ടിരുന്നവളാ ചവറ്റുകൂനയ്ക്കരികിലെ കുടിൽ കിടന്ന് ഇപ്പോൾ നരക ജീവിതം ജീവിക്കുന്നത്. 1-2 തവണ വർഗീസ് ഫോണിൽ വിളിച്ചിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ അയാൾ പറഞ്ഞ അറിയുക. കഷ്ടം. ഇവിടെ പണിക്ക് നിൽക്കുന്നവർ അവരെക്കാളും നന്നായിട്ടാ ജീവിക്കുന്നത്. ഭരതനമ്മാവൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കാകെ ദേഷ്യം വന്നു. വിളിച്ചു നിർത്തി അങ്ങ് അപമാനിക്കുകയാ. ഞാനും ഒട്ടും വിട്ടുകൊടുക്കാൻ പോയില്ല. ഇഷ്ടമുള്ള ഒരാളെ അമ്മ വിവാഹം കഴിച്ചു. അതൊരു തെറ്റൊന്നുമല്ല. ജീവിതകാലം മുഴുവനും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നതാ. പിന്നെ നിങ്ങൾ കരുതുന്നത് പോലെ എന്റെ അമ്മ അവിടെ വിഷമിച്ച് ജീവിക്കുകയൊന്നുമല്ല.
ആ ചെറിയ വീട്ടിലും അമ്മ നല്ല ഹാപ്പിയാണ്. എന്തൊക്കെയോ പറയാനായി ഭരതൻ മാമ പിന്നെയും നാവ് ഉയർത്തിയതാണ്. പക്ഷെ നരേന്ദ്രൻ മാമ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള വർത്തമാനമൊന്നും ഇനി അങ്ങോട്ട് വേണ്ട. ഇവനെ കണ്ടതിൽ പിന്നെ കൃഷ്ണേട്ടൻ ആകെ കലിപ്പിലാണ്. ഒറ്റക്കെട്ടായി നിന്ന് നമുക്കങ്ങേരെ നേരിടണം. നമ്മുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങണം. ഒരുപാട് നേരം ആ ചർച്ച അങ്ങനെ നീണ്ടുപോയി. വൈകിട്ടോടെ ഭരതൻ മാമയും രാജേന്ദ്രൻ മാമയും കോവിലകത്തേക്ക് മടങ്ങി. ഡിന്നർ കഴിഞ്ഞ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഫോൺ വിളിച്ച് അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് പുറത്ത് റോട്ടിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ ആ ഓട്ടോക്കാരൻ ചേട്ടനെ കണ്ടത്. അയാൾ എന്നെ കണ്ട് കൈവീശി കാണിച്ചു. റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ മടുത്തു പോയിരുന്നു. അതിനാൽ അയാളോട് ഇത്തിരി നേരം വർത്തമാനം പറഞ്ഞിരിക്കാമെന്നോർത്ത് ഞാൻ താഴേക്ക് ചെന്നു. ഞാനൊന്ന് നടക്കാനിറങ്ങിയതാ. ഓട്ടോ വർക്ക്ഷോപ്പിലാണ്. ഞാനും അയാളോടൊപ്പം നടന്നു തുടങ്ങി. നല്ല നിലാവെളിച്ചമുണ്ടായിരുന്നു. നടത്തത്തിനിടയിൽ അയാൾ തന്റെ പേര് പറഞ്ഞു. പ്രസാദ് എന്നാണ് കക്ഷിയുടെ പേര്. മാണിക്കശ്ശേരി കോവിലകത്തിന്റെ മുന്നിലുള്ള റോഡിലൂടെ കുറച്ചങ്ങ് നടന്ന് ഞങ്ങൾ ഇരുവരും ഒരു ബസ് സ്റ്റോപ്പിലെത്തി. ചെറിയൊരു ഷെഡ്, ഇരിക്കാൻ പാകത്തിൽ ഒരു കോൺക്രീറ്റ് ബെഞ്ച് ആ ഷെഡിൽ പണിതിട്ടുണ്ടായിരുന്നു. അമ്മാമ്മയുടെ പിണക്കമൊക്കെ മാറിയോ? പ്രസാദേട്ടന്റെ ആ ചോദ്യം കേട്ട് ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു. നാരായൺകുട്ടി ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അച്ഛൻ നിങ്ങളുടെ കോവിലകത്തെ ഒരു പണിക്കാരനായിരുന്നു. കുട്ടിക്കാലത്ത് കുഞ്ഞിന്റെ അമ്മാവന്മാരോടൊപ്പം ഞാൻ ഒത്തിരി കളിച്ചു നടന്നിട്ടുള്ളതാ. കൂട്ടത്തിൽ കൃഷ്ണേട്ടനും മൃദുലയ്ക്കും മാത്രമേ മനുഷ്യപ്പറ്റുള്ളൂ. ബാക്കിയെല്ലാം കണക്കാ. മന്ത്രവാദ വിദ്യകളിലൊക്കെ നല്ല അറിവുള്ള ആളായിരുന്നു ശ്രീയുടെ മുത്തശ്ശൻ. മരുന്നുകൊണ്ട് മാറാത്ത അസുഖങ്ങൾക്കൊക്കെ ഞങ്ങൾ നാട്ടുകാർ സമീപിച്ചിരുന്നത് നാരായൺപൊറ്റിയായിരുന്നു. ഒരു ചരടോ അല്ലെങ്കിൽ ഇത്തിരി ഭസ്മപ്പൊടിയോ കൊണ്ട് പൊറ്റി പല രോഗങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ ഗുണമൊന്നും അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഇളയ ആൾക്ക് ഇതിലൊക്കെ നല്ല കമ്പമുണ്ട്. പക്ഷെ ആരോടും ഒരു ദയയുമില്ല. പണ്ട് വലിയ പ്രതാപത്തിലായിരുന്നു ഈ കോവിലകം. ഇപ്പോഴൊക്കെയും ക്ഷയിച്ച മട്ട. മാണിക്കശ്ശേരി കോവിലകവും ആ പത്തായപ്പുരയും മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. പാടവും പറമ്പുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നതാ. അതെല്ലാം കുഞ്ഞിന്റെ 3 അമ്മാവന്മാർ ചേർന്ന് വിറ്റുമുടിച്ചു. കൃഷ്ണേട്ടൻ ഒരാളുടെ കടുംപിടുത്തം കാരണം ഇപ്പോഴും ഈ കോവിലകവും പത്തായപ്പുരയും ഇങ്ങനെ അവശേഷിക്കുന്നത്. ഈയിടെയായി 3 കൂടി അതും വീതിച്ച് മേടിക്കാനുള്ള ശ്രമത്തിലാ. എന്തായാലും കുഞ്ഞൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇളയ 3 അമ്മാവന്മാരും ഇത്തിരി വിഷമുള്ള കൂട്ടത്തിലാ. കുട്ടിക്കാലം തൊട്ടേ ഞങ്ങളെല്ലാം ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ. അതുകൊണ്ട് എനിക്ക് അവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. പ്രസാദേട്ടൻ സംസാരം നിർത്തി കോൺക്രീറ്റ് ബെഞ്ചിൽ നിന്ന് എണീറ്റ് നടന്നു. മെയിൻ റോഡിനോട് ചേർന്ന് കിടന്ന ചെറിയ ഊടുവഴിയിലൂടെ മുന്നോട്ട് പോയ അയാൾ ഇരുട്ടിൽ മറഞ്ഞു. വിജനമായ വഴിയോരം ചീവീടുകളുടെ മൂളിച്ചയല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. ബസ് സ്റ്റോപ്പിലെ ആ ചെറിയ ഷെഡിൽ നിന്ന് ഞാനും എണീറ്റ് നടന്നു. പത്തായപ്പുരയ്ക്ക് മുന്നിലെത്തിയപ്പോൾ കോവിലകത്തിന്റെ പടിപ്പുരയ്ക്കടുത്ത് ആരോ നിൽക്കുന്നത് പോലെ എനിക്ക് 10 മണി കഴിഞ്ഞതേയുള്ളൂ. അമ്മാവന്മാരിൽ ആരെങ്കിലും ആണോ എന്നറിയാൻ ഞാൻ ചാഞ്ഞും ചരിഞ്ഞും നോക്കി. വഴിയിൽ നിന്ന മരങ്ങൾ കാരണം എനിക്ക് ആളെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. പടിപ്പുരയ്ക്ക് അടുത്തെത്തിയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ആളെ കണ്ടത്. അത് ഒരു പെണ്ണായിരുന്നു. പക്ഷേ അവൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൾ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒന്ന് നിന്നേ, കൃഷ്ണമാമയുടെ പെങ്ങളുടെ മോനല്ലേ? ആ ശബ്ദം കേട്ട മാത്രയിൽ ഞാൻ വെട്ടിത്തിരിഞ്ഞു നോക്കി. കാരണം കഴിഞ്ഞ രാത്രിയിൽ കോവിലകത്തെ വരാന്തയുടെ അറ്റത്തെ ആ അടഞ്ഞുകിടന്ന മുറിയിൽ നിന്ന് കേട്ട അതേ പെൺശബ്ദം. എന്റെ പരിഭ്രമിച്ചുള്ള നിൽപ്പ് കണ്ട് ആ പെൺകുട്ടി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, സംശയിക്കണ്ട, അടഞ്ഞുകിടന്ന ആ മുറിയിൽ ഞാനായിരുന്നു. ആരോ അറിയാതെ കതക് പൂട്ടിയതാ. എന്നിട്ട് ഞാൻ ആരെയും ആ മുറിയിൽ കണ്ടില്ലല്ലോ. പരിചയമില്ലാത്ത ആളായതുകൊണ്ടാ ഞാനപ്പോൾ പുറത്തേക്കിറങ്ങി വരാഞ്ഞത്. ആ മുറിയിൽ തന്നെ
ഞാൻ ഉണ്ടായിരുന്നു. നീ കൃഷ്ണമാമയുടെ മോളാണോ? ഹേയ്, അല്ല, ഞാൻ ഗൗരി. കോവിലകത്തെ നാരായണൻ പൊറ്റി പൂജാകാര്യങ്ങളിലേക്ക് സഹായിക്കാനായി എന്നെ ഇവിടെ നിർത്തിയതാ. അദ്ദേഹം പോയിട്ടും ഞാനിവിടം വിട്ട് എങ്ങോട്ടും പോയില്ല. അടഞ്ഞുകിടന്ന ആ ചെറിയ ചായപ്പില എന്റെ താമസം. മുത്തശ്ശന് മാന്ത്രികവിദ്യകളിലൊക്കെ വലിയ അറിവുണ്ടായിരുന്നു അല്ലേ? എന്റെ അതിശയം നിറഞ്ഞ ആ ചോദ്യം കേട്ട് അവൾ വാചാലയായി. അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ കാവിലും കുടുംബക്ഷേത്രത്തിലും മുടങ്ങാതെ വഴിപാടുകളും പൂജകളും ഒക്കെ നടത്തുമായിരുന്നു. ഉപാസനാമൂർത്തികളെല്ലാം വെളിപ്പുറത്തായിരുന്നു. അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അവർ സാധിച്ചു കൊടുത്തിരുന്നു. അവൾ പറഞ്ഞതെല്ലാം ഇഷ്ടത്തോടെ കേട്ടു നിന്നതുകൊണ്ടാവാം ഗൗരി പടിപ്പുരയുടെ പടവുകളിലൊന്നിലിരുന്നു. ഞാനും താഴെ ഒരു പടിയിൽ സ്ഥാനം പിടിച്ചു. ഇപ്പോൾ പൂജയുമില്ല, വഴിപാടുമില്ല, എല്ലാം മുടങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെയാ മാണിക്കശ്ശേരി കോവിലകം ഇപ്പോൾ ഈ രീതിയിലായത്. നരേന്ദ്രൻ മാമയ്ക്ക് ഈ വിദ്യകളൊക്കെ അറിയാമെന്നാണല്ലോ ഞാൻ കേട്ടത്. മുടങ്ങിപ്പോയ പൂജയും വഴിപാടുമൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിനോട് പറയാമായിരുന്നില്ലേ? അത്രയും നേരം ഒരു ചന്ദ്രബിംബം പോലെ തെളിച്ചമുണ്ടായിരുന്ന അവളുടെ ഭംഗിയേറിയ മുഖം ഞാനത് പറഞ്ഞപ്പോൾ ദേഷ്യത്താൽ ചുവന്നു. മന്ത്രവാദമൊക്കെ അയാൾക്കറിയാം. പക്ഷേ നാരായണൻ പൊറ്റി ചെയ്തുകൊണ്ടിരുന്ന മാന്ത്രിക ക്രിയകളിലൊന്നും അയാൾക്കൊട്ടും താല്പര്യമില്ല. ചാത്തന്മാരോടാ കൂട്ടുകൂടിയിരിക്കുന്നത്. ശ്രീയുടെ അമ്മാവന് അഥർവവേദത്തിലാണ് ഏറെ താല്പര്യം. അഥർവവേദം പ്രധാനമായും ആഭിചാര പ്രവൃത്തികളെ പ്രതിപാദിക്കുന്ന മന്ത്രങ്ങളുടെ ഒരു സമാഹാരമാണ്. അങ്ങനെയുള്ള ചില മന്ത്രങ്ങൾ പഠിക്കാനും പ്രയോഗിക്കാനുമാണ് ശ്രീയുടെ അമ്മാവന് കൂടുതൽ ഇഷ്ടം. ഗൗരിക്ക് ഈ മാന്ത്രിക വിദ്യകളൊക്കെ അറിയാമോ? എന്റെ ചോദ്യം കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശന്റെ സഹായിയായിരുന്നതുകൊണ്ട് ചിലതൊക്കെ അറിയാം. എനിക്കാകെ അത്ഭുതമായി. മാന്ത്രിക വിദ്യകളൊക്കെ അറിയാമെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ചെറിയൊരു വിദ്യ കാണിക്കാമോ? ഗൗരി ഉറക്കെ ചിരിച്ചു. ഒരു കൺകെട്ടി വിദ്യ ഇപ്പോൾ കാണിക്കാം. അവൾ കണ്ണടച്ചു പിടിച്ച് വളരെ പതുക്കെ എന്തൊക്കെയോ പിറുപിറുത്തു. എനിക്കൊന്നും മനസ്സിലായില്ല. അല്പനേരം കഴിഞ്ഞ് ഗൗരി കണ്ണു തുറന്ന് പടിപ്പുരയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു നന്ദ്യാർവട്ട ചെടിയെ നോക്കി. അടുത്ത നിമിഷം അതിലെ പൂമൊട്ടുകളൊക്കെയും വിരിഞ്ഞു തുടങ്ങി. ഇലകൾ കാണാത്ത രീതിയിൽ വെളുത്ത പൂക്കൾ കൊണ്ട് ആ ചെടി മൂടപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ ആ വെളുത്ത പൂക്കളെല്ലാം വെള്ളി നിറത്തിൽ മിന്നിത്തിളങ്ങുന്ന ശലഭങ്ങളായി ഞങ്ങളുടെ ചുറ്റിലും പറന്നു നടക്കാൻ തുടങ്ങി. അതിൽ ചിലത് എന്റെ മുഖത്തും മൂക്കിൻ തുമ്പത്തും വന്നിരുന്നു. ആശ്ചര്യം അടക്കാനാവാതെ ഞാൻ കണ്ണും മിഴിച്ചങ്ങനെ ഇരുന്നു പോയി. പിന്നീട് ഗൗരിയുടെ ഒരു വിരൽ ഞൊടിയിൽ എന്റെ കൺമുന്നിൽ നിന്ന് ആ കാഴ്ചകൾ അപ്രത്യക്ഷമായി. അതിശയത്തോടെ ഞാൻ ഗൗരിയുടെ കണ്ണുകളിലേക്ക് നോക്കി. നിലാവിൽ അവളുടെ ആ നീലക്കണ്ണുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇങ്ങനെയുള്ള ചെപ്പടി വിദ്യകളൊക്കെ തനിക്കറിയാമായിരുന്നെങ്കിൽ അടഞ്ഞുകിടന്ന ആ ഡോറിന്റെ ലോക്ക് തനിക്ക് സ്വയം തുറക്കാമായിരുന്നില്ലേ? കതകിന്റെ പൂട്ട് തുറക്കാനും ഒരു ചെപ്പടി വിദ്യ തന്നെയാ ഞാൻ പ്രയോഗിച്ചത്. പക്ഷേ ആ വിദ്യ പ്രയോഗിക്കാൻ താൻ അവിടേക്ക് വരുന്നത് വരെ എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. അവൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നെന്നു? എന്തൊക്കെയാ താൻ ഈ പറയുന്നത്? ശ്രീക്ക് ഇപ്പോഴൊന്നും മനസ്സിലാകില്ല. സമയമാകുമ്പോൾ എല്ലാം കൃത്യമായി മനസ്സിലാവും. പോരെ? ഈ മാന്ത്രികവിദ്യകളൊക്കെ പഠിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ. മുത്തശ്ശൻ ഇത്രയും വലിയൊരു മാന്ത്രികനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അമ്മ ഓരോന്നും പറയുമ്പോൾ ഞാനത് അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. മുത്തച്ഛനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഇതൊക്കെ പഠിക്കാൻ എനിക്കും വല്ലാത്തൊരാഗ്രഹം. എന്നാൽ എത്രയും പെട്ടെന്ന് ശ്രീ കൃഷ്ണൻ മാമയുമായി ചങ്ങാത്തം കൂടണം. അമ്മാവനുമായി അടുത്താൽ
ശ്രീയുടെ ആഗ്രഹം സഫലമാകും. മുത്തശ്ശന്റെ അരുമ ശിഷ്യന്മാരിൽ ഒരാളാ കൃഷ്ണമാമ. നാരായണൻപൂറ്റിയുടെ കാലം കഴിഞ്ഞപ്പോൾ പൂജയും വഴിപാടുമൊക്കെ അദ്ദേഹം നിർത്തി. മന്ത്രവാദക്രിയകളിലൊക്കെ കൃഷ്ണമാമയ്ക്ക് നല്ല അറിവുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം മറന്ന മട്ട. ഗൗരിയുടെ ആ സംസാരം കേട്ട് എനിക്ക് അതിശയമുണ്ടായി. ഇങ്ങനെയൊന്നുമല്ലല്ലോ ഞാൻ അദ്ദേഹത്തെപ്പറ്റി അറിഞ്ഞത്. നരേന്ദ്രൻ മാമ പറഞ്ഞത് മൂപ്പരിപ്പോൾ ആഭിചാരക്രിയകളാണ് ചെയ്യുന്നതെന്ന്. ഒക്കെ കള്ളത്തരമാ ശ്രീ. ആഭിചാരക്രിയകൾ ചെയ്യുന്നത് ആരാണെന്ന് ശ്രീഹരിക്ക് നേരിട്ട് തന്നെ ബോധ്യമാകും. അതിന് അധിക സമയം കാത്തിരിക്കേണ്ടതായി വരില്ല. പിന്നെ നരേന്ദ്രൻ മാമ പറയുന്നതൊന്നും താൻ കണ്ണടച്ച് വിശ്വസിക്കണ്ട. അല്പനേരത്തേക്ക് ഞങ്ങളുടെ ഇടയിൽ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു. ഇനി എന്ത് പറയണമെന്നറിയാതെ ഞാനും വിഷമിച്ചു. ഒടുവിൽ ആ നിശബ്ദതയെ ഭേദിച്ചത് ഗൗരിയായിരുന്നു. ശ്രീയെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയവരും ചിരിച്ചു കാട്ടിയവരും മുഖം തിരിച്ചവരും എല്ലാവരെയും കുറിച്ച് പോകെ പോകെ ആരും പറയാണ്ട് തന്നെ ശ്രീക്ക് മനസ്സിലാവും. ഗൗരിയുടെ ഓരോ ഉത്തരങ്ങളിലും ഓരോ ഗൂഢരഹസ്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അവളതൊന്നും വ്യക്തമാക്കാൻ താല്പര്യം കാണിക്കാത്ത പക്ഷം ഞാനിതൊന്നും ചോദിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. സംസാരം നിർത്തി ഗൗരി പടവുകളിൽ നിന്ന് എണീറ്റു. വടക്കിനെ ലക്ഷ്യമാക്കി നടന്നു. ഒഴുകി ഒഴുകി നീങ്ങുന്നത് പോലെയായിരുന്നു അവളുടെ നടപ്പ്. ഒരുപക്ഷെ പാദങ്ങൾ മറഞ്ഞു കിടന്ന അവളുടെ വെളുത്ത ധാവണി കാരണം എനിക്കങ്ങനെ തോന്നിയതായിരിക്കാം. പാതിചാരിയ പടിപ്പുരയ്ക്കരികിൽ നിന്ന എന്നെ ഗൗരി പലതവണ തിരിഞ്ഞു നോക്കി. രാത്രി ഏറെയായിരിക്കുന്നു. ഇനി അവിടെ അങ്ങനെ ഒറ്റയ്ക്കിരിക്കണ്ട. കണ്ണിന് കാണാൻ പറ്റാത്ത അരൂപികൾ മാണിക്കശ്ശേരി കോവിലകത്തിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നത് പതിവാ. അതുകൊണ്ട് വേഗം പൊയ്ക്കോളൂ. പോകുന്ന കൂട്ടത്തിൽ ഗൗരി വിളിച്ചു പറഞ്ഞു. എനിക്കത് വലിയൊരു തമാശയായി തോന്നി. അരൂപികൾ അലയുന്ന പരിസരമാണ് പോലും. ഞാൻ ചുറ്റും നോക്കി. നിലാവിന് മങ്ങലേറ്റിട്ടുണ്ട്. കാവിൽ നിന്ന് ഏതൊക്കെയോ ജീവികൾ ഉച്ചത്തിൽ കരയുന്നത് കേൾക്കാം. പിന്നീട് ഞാനും അവിടെ നിന്ന് എണീറ്റ് പത്തായപ്പുരയിലേക്ക് നടക്കാൻ തുടങ്ങിയതും നിലത്തെ പടികളിലായി നന്ദ്യാർവട്ടച്ചെടിയുടെ വെളുത്ത പൂക്കൾ ചിതറിക്കിടക്കുന്നതായി കണ്ടു. അല്പം മുമ്പ് ഗൗരി കാണിച്ച ചെപ്പടി വിദ്യ. തനിക്ക് ചുറ്റും പാറി നടന്ന വെള്ളിശലഭങ്ങൾ ആ ചെടിയിലെ പൂക്കൾ തന്നെയായിരുന്നു. തന്റെ മേലേക്ക് പതിച്ച ആ പൂക്കൾ ഒരു നിമിഷത്തേക്ക് തനിക്ക് ശലഭങ്ങളായി തോന്നി. ആളൊരു കൗശലക്കാരി തന്നെ. പടിപ്പുരയുടെ പടവുകൾ ഇറങ്ങുന്നതിന് മുമ്പായി ഞാൻ തിരിഞ്ഞ് വടക്കിനിയിലേക്ക് നോക്കി. ഗൗരിയെ അവിടെ കണ്ടില്ല. പകരം വരാന്തയുടെ അരഭിത്തിയിൽ ഒരു കൂമൻ പക്ഷി എന്നെ തുറിച്ചു നോക്കിയിരിക്കുന്നതായി കണ്ടു. ഇരുട്ടിൽ അതിന്റെ തിളങ്ങുന്ന കണ്ണുകൾ എന്നെ തെല്ല് ഭയപ്പെടുത്തി. ഉച്ചത്തിൽ അത് കൂകി അലച്ച് ശബ്ദമുണ്ടാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് പത്തായപ്പുരയിലേക്ക് നടന്നു. ചിറകടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അത് പത്തായപ്പുരയുടെ മുറ്റം വരെ എന്നെ പിന്തുടർന്നു. ഞാൻ എന്റെ മുറിയിലെത്തിയിട്ടും ആ പക്ഷിയുടെ കൂക്കിവിളികൾ എനിക്ക് കേൾക്കാമായിരുന്നു. ഒരുപക്ഷെ എന്റെ മുറിയുടെ ജനാലക്കരിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഇലഞ്ഞിമരത്തിന്റെ കൊമ്പിന്മേൽ അതിരിക്കുന്നുണ്ടാവാം. അതായിരിക്കും ആ പക്ഷിയുടെ ശബ്ദം ഇത്രമേൽ വ്യക്തമായി എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. സംശയം തീർക്കാൻ ഞാൻ ജനാല മലർക്കി തുറന്നു. എന്റെ ആ സംശയം ശരിയായിരുന്നു. ഇലഞ്ഞിമരത്തിന്റെ ചാഞ്ഞ കൊമ്പിന്മേൽ ചിറകുകൾ ഒതുക്കി ഒരു കൂർത്ത നോട്ടവുമായി ആ പക്ഷി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജനാലകൾ അടച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം അതിരാവിലെ തന്നെ ഞാൻ ഉണർന്നു. കഴിഞ്ഞ രാത്രി ഏറെ വൈകിയാണ് കിടന്നതെങ്കിലും മുറിയിൽ അനുഭവപ്പെട്ട തീക്ഷ്ണമായൊരു ഗന്ധം മൂക്കിലേക്ക് തുളഞ്ഞു കയറിയപ്പോഴാണ് കണ്ണു തിരുമ്മി ചുമച്ചുകൊണ്ട് ഞാൻ ഉണർന്നത്. അത് എന്തുതരം സ്മെല്ലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ മുറിയുടെ ജനാലകൾ തുറന്നു. ജനൽപ്പാളികൾ മലർക്കി തുറന്നതും ചിറകടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇലഞ്ഞിമരക്കൊമ്പിലിരുന്ന ആ കൂമൻ പക്ഷി
ദൂരേക്ക് പറന്നതും ഒരുമിച്ചായിരുന്നു. പുറത്ത് ഇരുട്ട് മാറിയിരുന്നില്ല. ഞാൻ ഉറക്കച്ചടവോടെ ഫോണിൽ നോക്കി. 3:30 കഴിഞ്ഞതേയുള്ളൂ. എന്തോ മുറിക്കുള്ളിൽ എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെട്ടു. ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഞാൻ ചുറ്റുപാടും നോക്കി. നേർത്ത ഒരു പുകമറ, മൂടൽമഞ്ഞ് പോലെ അവിടെ എങ്ങും വ്യാപിച്ചിരുന്ന ആ പുകമറയ്ക്കപ്പുറം ഞാനൊരു നിഴൽ രൂപത്തെ കണ്ടു. പത്തായപ്പുരയുടെ മുകളിലത്തെ ഒരു മുറിയിലേക്കാണ് ആ നിഴൽ രൂപം നടന്നു നീങ്ങിയത്. അതാരാണെന്നറിയാനായി ഞാനും ആ മുറിക്ക് നേർക്ക് നടന്നു. ഞാൻ ആ മുറിക്കടുത്തെത്തിയതും ചിത്രപ്പണികളുള്ള ആ മുറിയുടെ തടിവാതിൽ ചെറിയ ശബ്ദത്തോടെ അടഞ്ഞുപോയി. അകത്തേക്ക് കയറിപ്പോയത് ആരാണെന്ന് അറിയാനായി യാതൊരു രക്ഷയുമില്ല. പക്ഷേ അതാരാണെന്നറിയാനുള്ള എന്റെ ഉള്ളിലെ ജിജ്ഞാസ എനിക്കടക്കാനും കഴിഞ്ഞില്ല. പത്തായപ്പുരയുടെ മുകളിലത്തെ നീളൻ വരാന്തയിലെ തൂണുകളിലൊന്നിനു മറയിൽ ഞാൻ കുറച്ചു നേരം മറഞ്ഞു നിന്നു. എന്നിട്ടും ആ മുറിയിലേക്ക് കയറിപ്പോയ ആൾ പുറത്തേക്ക് വന്നില്ല. നേരം പുലർന്നതോടെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. മുറ്റത്തെ കാർപോർച്ചിൽ നിന്ന് നരേന്ദ്രൻ മാമയുടെ കറുത്ത കാർ റോഡിലേക്ക് ഇറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ താഴത്തെ ഹാളിലേക്ക് ചെന്നത്. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അല്പം വൈകിപ്പോയി. ഡൈനിങ് ടേബിളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ച സമയത്ത് സുധാമായിയോട് ഞാൻ നരേന്ദ്രൻ മാമയെക്കുറിച്ച് അന്വേഷിച്ചു. രാവിലെ തന്നെ ഭരതനുമായി എവിടേക്കോ കാൽ കയറി പോകുന്നത് കണ്ടു. എങ്ങോട്ടാ പോകുന്നതെന്നോ എന്തിനാ പോകുന്നതെന്നോ എന്നോട് പറയാറില്ല. അങ്ങനെയൊരു സ്വഭാവമൊന്നും നിന്റെ അമ്മാവനില്ല. ഈ വലിയ കെട്ടിടത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അമ്മായിക്ക് ബോറടിക്കില്ലേ? എന്റെ ആ ചോദ്യം കേട്ട് ആ സ്ത്രീ കുറേ നേരം എന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നെ മെല്ലെ അവർ സംസാരിച്ചു തുടങ്ങി. ആദ്യമൊക്കെ വലിയ മടുപ്പ് തോന്നിയിരുന്നു. സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് ആര്യനും ഹോസ്റ്റലിൽ നിന്നാ പഠിച്ചിരുന്നത്. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ഇങ്ങനെയൊരാൾ ഇവിടെ ഉണ്ടെന്ന് പോലും ആരും ശ്രദ്ധിക്കാറില്ല. ആദ്യമൊക്കെ എന്റെ ബന്ധുക്കൾ ഇവിടെ വരുമായിരുന്നു. പക്ഷെ നിന്റെ അമ്മാവന് അതൊന്നും ഇഷ്ടമല്ല. അങ്ങേരുടെ അനിഷ്ടം മനസ്സിലാക്കിയതുകൊണ്ടാവാം ഇപ്പോൾ ആരും ഇവിടേക്ക് വരാറില്ല. കുറെ നാളായിട്ട് ആരോടും സംസാരിക്കാൻ ഒരവസരം കിട്ടാഞ്ഞതുകൊണ്ട് സുധാമായി വാ തോരാതെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാനതെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. നരേന്ദ്രൻ മാമയെക്കുറിച്ചുള്ള പരാതിയും പരിഭവങ്ങളുമായിരുന്നു ഏറെയും. പിന്നീട് മാണിക്കശ്ശേരി കോവിലകത്തെ പറ്റിയായി സംസാരം. കാവിലെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കാകെ ഇൻട്രസ്റ്റായി. ശ്രീഹരിക്ക് ഒരു കാര്യം അറിയാമോ? മാണിക്കശ്ശേരി കോവിലകത്തിന്റെ ഏതോ ഒരു അറയിൽ ഒരു യക്ഷിയുണ്ട്. ശ്രീയുടെ മുത്തച്ഛന്റെ ഉപാസനാമൂർത്തിയായ ആ യക്ഷിയായിരുന്നു ഈ കോവിലകത്തിന്റെ. മന്ത്രവാദക്രിയകൾ ചെയ്യുന്നത് കൊണ്ട് അച്ഛൻ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ആഭിചാരക്രിയകളായ മാരണവും വശീകരണവും ഒക്കെ മാറ്റാനായി നിരവധി ആളുകൾ കോവിലകത്ത് വരുമായിരുന്നു. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അച്ഛൻ പരിഹരിച്ചു കൊടുത്തിരുന്നു. എന്തിനും ഏതിനും ആ യക്ഷി നാരായണൻ പോറ്റിയുടെ കൂടെ തന്നെ ഉണ്ടാകും. ആ യക്ഷിയുടെ സഹായം കൊണ്ടായിരുന്നു അത്രേ ശ്രീയുടെ മുത്തശ്ശന് ഇത്രമേൽ ഐശ്വര്യമുണ്ടായത്. പക്ഷെ എന്താ പറയുക, അദ്ദേഹത്തിന് പ്രായമായതോടെ പൂജയും വഴിപാടും ഒക്കെ മുടങ്ങി. മരണസമയത്ത് എല്ലാ കാര്യങ്ങളും അച്ഛൻ കൃഷ്ണേട്ടനെ ഏൽപ്പിച്ചതായിരുന്നു. കൃഷ്ണേട്ടൻ അതൊന്നും നേരെ ചൊവ്വെ ചെയ്തില്ല. കൃത്യമായി നടത്തിപ്പോന്നിരുന്ന പൂജയും വഴിപാടുകളുമൊക്കെ മുടങ്ങിയതോടെ മുത്തശ്ശൻ ഉപാസിച്ചിരുന്ന ആ യക്ഷിയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു. അങ്ങനെ കോവിലകത്ത് ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടായി. അച്ഛനുണ്ടായിരുന്ന സമയത്ത് കാവിലെ യക്ഷി അമ്പലത്തിൽ മൃദുലയായിരുന്നു വിളക്ക് തെളിച്ചിരുന്നത്. അവള് പോയതോടെ അത് മുടങ്ങി. പിന്നീട് ആ ജോലി അച്ഛൻ തന്നെ ഏറ്റെടുത്തു. അച്ഛന്റെ മരണശേഷം അത് വീണ്ടും മുടങ്ങി. കോവിലകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പരിഹാരമെന്നോണം കാവിൽ വിളക്ക് തെളിയിക്കാനായി നരേന്ദ്രേട്ടന്റെ പരിചയത്തിലുള്ള ഒരു തിരുമേനി പറഞ്ഞു. വിളക്ക് തെളിക്കാൻ പറഞ്ഞത് കൂടാതെ പരിഹാര കർമ്മങ്ങളായി ചെയ്യേണ്ട പൂജകളുടെയും വഴിപാടുകളുടെയും നീണ്ടൊരു ലിസ്റ്റ് അദ്ദേഹം കൊടുത്തയച്ചിരുന്നു.
അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതിനു മുമ്പേ കാവിൽ വിളക്ക് തെളിക്കാൻ പോയ കൃഷ്ണേട്ടന്റെ മകൾ അശ്വതി തളർന്നു വീണു. കാവിൽ വെച്ച് എന്തോ കണ്ടു പേടിച്ച ആ കുട്ടിയുടെ ഒരു വശം തളർന്നു പോയത്. ചികിത്സകൾ പലതും ചെയ്തു. ഇതുവരെ മാറ്റമൊന്നുമില്ല. കൃഷ്ണേട്ടന് ഒരേ ഒരു മകളാ. അത് കിടപ്പിലായതോടെ ഏട്ടൻ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. കൃഷ്ണമ്മയ്ക്ക് ഒരു മോളുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. വയ്യാത്ത ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി ഇപ്പോൾ ജയയ്ക്കും മേലാണ്ടായിരിക്കുന്നു. ജയ എന്റെ മൂത്തമ്മായിയാണ്, കൃഷ്ണമാമന്റെ ഭാര്യ. എന്തൊക്കെയോ ആലോചിച്ച് സുധാമായി അല്പം നേരത്തേക്ക് മൗനം പൂണ്ടു. യക്ഷിശാപമാണോ അതോ ഇനി മറ്റെന്തെങ്കിലും ആണോ? എത്ര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമാ. ഇപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ വലിയ കലഹമാണ്. ബന്ധുക്കൾ എല്ലാവരും അകന്നുപോയി. ഇനി എന്തെല്ലാം കാണണമാവോ? സുധാമായുടെ കണ്ണുകൾ ഈറനായി. അവർ സാരി തലപ്പുകൊണ്ട് തന്റെ കണ്ണുകൾ തുടച്ചു. മുടങ്ങിപ്പോയ പൂജാകർമ്മങ്ങളും വഴിപാടുകളും ചെയ്താൽ ഇതെല്ലാം മാറുമോ? ആ യക്ഷി ഇനിയും പ്രസാദിക്കുമോ? അറിയില്ല കുട്ടി. ഒരിക്കൽ ഈ കോവിലകത്തിന്റെ സകലമാന ഐശ്വര്യങ്ങൾക്കും കാരണം ആ യക്ഷിയായിരുന്നു. അച്ഛൻ ചെയ്തിരുന്ന പൂജയും വഴിപാടും കൊണ്ടാ ആ യക്ഷിയുടെ ശക്തി വർദ്ധിച്ചിരുന്നത്. അത് മുടങ്ങിയപ്പോൾ ആ ശക്തിക്ക് കിട്ടേണ്ട അന്നം മുടങ്ങിയതിന് തുല്യമായില്ലേ? കോവിലകത്ത് ഇപ്പോഴുള്ളവരോട് ആ യക്ഷിക്ക് ദേഷ്യം കാണുമായിരിക്കും. ശക്തി ക്ഷയിച്ച് ആ യക്ഷിയാണ് എല്ലാത്തിനും കാരണക്കാരിയെന്ന് പറഞ്ഞ് കൃഷ്ണേട്ടൻ ആ ശക്തിയെ ആവാഹിച്ച് കോവിലകത്തിന്റെ ഒരറയിൽ ബന്ധിച്ചു. എന്നെങ്കിലും അവൾക്ക് പുറത്തിറങ്ങാനായാൽ തന്നെ ആവാഹിച്ച് ബന്ധിച്ചവരെ അവൾ വെറുതെ വിടില്ല. അന്നം മുട്ടിച്ച് ശക്തി ക്ഷയിപ്പിച്ചു. ഒടുക്കം ഒരറയിൽ ബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ആ യക്ഷി വെറുതെ ഇരിക്കുമോ? ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ സുധാമായി പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു. അമ്മായി കണ്ടിട്ടുണ്ടോ ആ യക്ഷിയെ? ഓ പിന്നില്ലയോ, ഞാൻ എത്ര തവണയാ ആ യക്ഷിയെ കണ്ടിരിക്കുന്നത്. അച്ഛനുണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ എല്ലാവരും കോവിലകത്തല്ലേ ഒന്നിച്ച് താമസിച്ചിരുന്നത്. അപ്പോൾ കാവിനടുത്തായി ഒരു ഓലക്കുടയൊക്കെ പിടിച്ച് പുളിയിലക്കരയുള്ള മുണ്ടും നേരിയതൊക്കെ ചുറ്റി അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. വെളുത്തവാവ് ദിവസങ്ങളിലാ ഇങ്ങനെ കാണാറുള്ളത്. നിലം മുട്ട മുടിയ മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളാണ്. വലിയ കണ്ണുകൾ മിഴിച്ചു പിടിച്ച് അവൾ നമ്മളെ നോക്കും. യക്ഷിയെ കണ്ടാൽ പിന്നെ ഒരാഴ്ച പേടിപ്പണി തട്ടും. അച്ഛൻ ജപിച്ച ഭസ്മം അല്പം തൊട്ടാൽ ആ പനിയൊക്കെ പമ്പ കടക്കും. അശ്വതിമോള് കിടപ്പിലായതിൽ പിന്നെ ഞങ്ങൾ ഇവിടേക്ക് മാറിയില്ലേ. അന്ന് മുതൽ ആ രൂപത്തെ ഞാൻ കണ്ടിട്ടില്ല. മോളെ കാവിൽ വെച്ച് പേടിപ്പിച്ചത് ആ യക്ഷിയാണെന്ന് നരേന്ദ്രേട്ടനാ പറഞ്ഞത്. അത് ശരിയായിരിക്കുമെന്ന് കൃഷ്ണേട്ടനും തോന്നിക്കാണും. അതാ ഏട്ടൻ ആ ശക്തിയെ മാണിക്യശ്ശേരിയിലെ ഒരറയിൽ ബന്ധിച്ചത്. അശ്വതിയെ ഇപ്പോൾ ആരാ നോക്കുന്നത്? സുധാമായിക്ക് വയ്യാണ്ടായി എന്നല്ലേ പറഞ്ഞത്? മോളെ നോക്കാൻ ഒരു കുട്ടിയുണ്ട്, ഗൗരി എന്ന പേര്. ആ പെണ്ണ അശ്വതി മോളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നോക്കുന്നത്. നീ ഈ പത്തായപ്പുരിയൊന്നും ചുറ്റി നടന്ന് കണ്ടിട്ടില്ലല്ലോ. വാ, ഞാൻ എല്ലാം നിനക്ക് കാട്ടിത്തരാം. വലിയൊരു താക്കോൽ കൂട്ടവും എടുത്ത് സുധാമായി എന്നെ ക്ഷണിച്ചു. താഴത്തെ മുറികളിലേക്ക് ചുറ്റി നടന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മായി പറഞ്ഞു, ഈ കെട്ടിടത്തിനടിയിലും ചില അറകളുണ്ടെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. പണ്ടുകാലത്ത് പണി കഴിപ്പിച്ചതാ ഇതെല്ലാം. വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരുവരും പിന്നീട് തടികോവണി കയറി പത്തായപ്പുരയുടെ മുകളിലെത്തി. വരിവരിയായി നിരന്നു നിൽക്കുന്ന തൂണുകളുള്ള ഒരു വരാന്ത. ആ വരാന്തയോട് ചേർന്ന് ആദ്യം കാണുന്നത് എന്റെ മുറിയാണ്. ബാക്കിയുള്ള മുറികളെല്ലാം താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. സുധാമായി അതെല്ലാം ഓരോന്നായി എന്നെ തുറന്നു കാണിച്ചു. അറകൾ പോലുള്ള
ചെറിയ മുറികളാണ് അതെല്ലാം. ഒരു റൂമിൽ കയറിയാൽ പിന്നെ അതിനപ്പുറവും ഇപ്പുറവുമായി വീണ്ടും മുറികൾ. അങ്ങനെ മുറികൾ കയറിയിറങ്ങി ഞങ്ങൾ ഒരു മുറിയുടെ മുന്നിലെത്തി. ഇന്ന് അതിരാവിലെ ഞാൻ ആ മുറിക്ക് മുന്നിൽ ഒരുപാട് നേരം കാത്തിരുന്നതാണ്. ഒരാൾ രൂപം അതിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടതായിരുന്നു. അതാരാണെന്നറിയാനായിരുന്നു ഞാൻ ആ മുറിക്ക് പുറത്ത് കാത്തു നിന്നത്. പക്ഷേ പിന്നീട് ആ രൂപം പുറത്തേക്ക് വന്നില്ല. അമ്മായി ആ മുറി തുറക്കുമെന്ന് പ്രതീക്ഷിച്ച എന്റെ ഊഹം തെറ്റി. ഈ മുറി തുറക്കരുതെന്ന നിന്റെ അമ്മാവന്റെ ഓർഡർ. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ പിന്നെ അത് മതി. താക്കോൽ കൂട്ടവുമായി സുധാമായി താഴേക്ക് പോയി. ഞാൻ നിരാശയോടെ എന്റെ മുറിയിലേക്കും. അല്പം കഴിഞ്ഞ് ഞാൻ താഴെ ഹാളിലേക്ക് ചെന്നപ്പോൾ കിച്ചണിനടുത്തുള്ള ഭിത്തിയിൽ ആ താക്കോൽ കൂട്ടം തൂക്കിയിട്ടിരിക്കുന്നതായി കണ്ടു. സുധാമായി കുളിക്കാനായി ബാത്റൂമിൽ കയറി വാതിലടച്ചിരിക്കുകയാണ്. ഞാൻ ശബ്ദമുണ്ടാക്കാതെ ആ ചാവികൾ കൈക്കലാക്കി. തുറന്നു കാണിക്കാത്ത ആ മുറി ലക്ഷ്യമാക്കി ഞാൻ നടന്നു. അമ്മായി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പേ ആ വാതിൽ തുറക്കണം. ചാവികൾ പലതും ട്രൈ ചെയ്തു. അതൊന്നും ചേരുന്നില്ല. അപ്പോഴാണ് ഇലഞ്ഞ മരത്തിൽ നിന്ന് ഒരു പക്ഷി എന്റെ നേർക്ക് പാഞ്ഞെടുത്തത്. അത് ആ കൂമനായിരുന്നു. പൊടുന്നനെ ആ പക്ഷി എന്റെ മുഖത്തിനു നേർക്ക് പാഞ്ഞു വന്നപ്പോൾ കയ്യിലിരുന്ന താക്കോൽ കൂട്ടം തെറിച്ച് താഴേക്ക് വീണു. വലിയ ഇരുമ്പ് വളയത്തിൽ ഒരു ചരട് കൊണ്ട് ചേർത്ത് കെട്ടിയിരുന്ന ഒരു ചാവി തെറിച്ച് വരാന്തയിലെ ഒരു തൂണിനരിയിലേക്ക് വീണു. താഴ്ന്നു പറന്ന ആ കൂമൻ പിന്നെ എങ്ങോട്ടോ പറന്നുപോയി. ഞാൻ തിടുക്കത്തിൽ തൂണിനരിയിലേക്ക് തെറിച്ചു വീണ ആ താക്കോൽ കയ്യിലെടുത്തു. അവസാനമായി ആ കീ ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ച് അറയുടെ കതകിൽ തൂക്കിയിരുന്ന താക്കോൽ ദൂരത്തിലേക്ക് ഞാനതിട്ടു. ഒട്ടും പ്രയാസമില്ലാതെ ആ പൂട്ട് തുറക്കപ്പെട്ടു. ശബ്ദമൊട്ടും ഉണ്ടാക്കാതെ ഞാൻ കതക് തുറന്നു. അവിടെ കണ്ട അറകളിൽ വെച്ച് ഏറ്റവും ചെറിയ അറ അതായിരുന്നു. ആ അറയിലേക്ക് കയറിയതിനു ശേഷം ഞാൻ അതിന്റെ കതകുകൾ മെല്ലെ ചാരി. പോക്കറ്റിലിരുന്ന മൊബൈൽ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ഒരു വിൻഡോ പോലുമില്ലാത്ത ആ ഇടുങ്ങിയ അറയിൽ എനിക്ക് ശ്വാസം മുട്ടി. സൂര്യപ്രകാശം ഏൽക്കാത്തതുകൊണ്ട് വല്ലാത്തൊരു സ്മെല്ല് ആ മുറിയിൽ ഉണ്ടായിരുന്നു. മൊബൈൽ ടോർച്ചിന്റെ വെട്ടത്തിൽ അറയുടെ നിലത്ത് ചെറിയൊരു സ്ലാബ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇളക്കി മാറ്റാൻ പറ്റുന്ന സ്ക്വയർ ഷേപ്പിലുള്ള ആ സ്ലാബ് ഞാൻ മെല്ലെ ഉയർത്തി. ഒരാൾക്ക് താഴേക്ക് ഇറങ്ങാൻ പാകത്തിൽ ഒരു ഗോവണി. എനിക്കാകെ അതിശയമായി. ഒത്തിരി പസൽസ് ഉള്ള ഒരു ഗെയിം സ്റ്റാർട്ടായതുപോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. 6 പഴഞ്ചൻ തടിഗോവണിയിലൂടെ വളരെ ശ്രദ്ധിച്ച് ഞാൻ താഴേക്കിറങ്ങി. പത്തായിപ്പുരയുടെ ബേസ്മെന്റിലാണ് ഞാൻ ചെന്ന് നിന്നത്. വലിയൊരു ഹാള്. തറ പരുക്കനാണ്. അവിടെയെല്ലാം നല്ല ഇരുട്ടായിരുന്നു. ഫ്ലാഷ് ലൈറ്റിന്റെ വെട്ടത്തിൽ ആ ഹാളിന്റെ ഒരു സൈഡിൽ ഞാൻ മറ്റു 2 മുറികൾ കണ്ടു. അതും അടഞ്ഞു കിടക്കുകയായിരുന്നു. ചാവികൾ പലതും അവിടെയും പരീക്ഷണ വിധേയമായി. വലിയൊരു ശബ്ദത്തോടെ ആ മുറി തുറക്കപ്പെട്ടു. അതിനുള്ളിലെ കനത്ത ഇരുട്ടിനെ കീറി മുറിച്ച് എന്റെ മൊബൈൽ ടോർച്ച് ചെന്ന് തട്ടിയ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറുത്ത ശില്പത്തിലേക്കാണ്. അതിഭയാനകമായ മുഖമുള്ള ഒരു ചെകുത്താന്റെ രൂപം. അതിന്റെ തുറിച്ചുന്തിയ കണ്ണുകൾ എന്നെ അടിമുടി നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒരാൾ പൊക്കമുള്ള ആ കളിമണ്ണ് ശില്പത്തിന്റെ തൊട്ടു മുന്നിൽ ഒരു ഹോമകുണ്ഡം കാണപ്പെട്ടു. ചാരം നിറഞ്ഞുകിടന്ന ആ ഹോമകുണ്ഡത്തിന്റെ ചില ഭാഗത്തായി ഉണങ്ങിപ്പിടിച്ച ചോരത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു. വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു ആ മുറിക്കുള്ളിൽ. മാംസം ചീഞ്ഞളിഞ്ഞതുപോലെയുള്ള ദുർഗന്ധത്താൽ എനിക്ക് മനം പുരട്ടൽ അനുഭവപ്പെട്ടു. എത്രയും പെട്ടെന്ന് ആ മുറിക്കുള്ളിൽ നിന്ന് ഞാൻ പുറത്തു കടക്കാൻ ഒരുങ്ങിയതും ആ മുറിയിൽ തങ്ങി നിന്ന ഇരുട്ടിൽ നിന്ന് ഒരു കടവാവൽ എന്നെ ആക്രമിച്ചു. അതിന്റെ നീണ്ട ചിറകുകളിലെ കൂർത്ത നഖങ്ങൾ എന്നെ തോളിൽ ആഴ്ന്നിറങ്ങി. ഞാനിട്ടിരുന്ന വെളുത്ത ടീഷർട്ടിലെ മുറിപ്പാടിലൂടെ ചോര പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ അതിഭയാനകമായ ഒരുതരം മുരൾച്ച ആ മുറിയിൽ നിന്ന് മുഴങ്ങിക്കേട്ടു. എന്റെ മുന്നിലെ ചെകുത്താന്റെ രൂപത്തിന് ജീവൻ വെച്ചോ എന്ന് ഞാൻ സംശയിച്ചു.
ആ വലിയ കടവാവലിന്റെ ആക്രമണത്തിൽ മുറിവേറ്റ ഞാൻ ഭയന്ന് വിറച്ച് ഇരുട്ടു നിറഞ്ഞ ആ മുറിയുടെ ഒരു കോണിലേക്ക് ഒതുങ്ങി നിന്നു. പക്ഷേ ഞാൻ കേട്ട ശബ്ദം അതൊരു മുരൾച്ചയല്ലായിരുന്നു, ഒരിരമ്പൽ. എന്തോ ആർത്തിരമ്പി വരുന്നത് പോലെയുള്ള ഒരിരമ്പൽ. ആ ചെകുത്താൻ പ്രതിമയുടെ പിന്നിൽ നിന്ന് കൂട്ടം കൂട്ടമായി കറുത്ത കുഞ്ഞൻ ബാറ്റുകൾ എന്റെ അരികിലേക്ക് ആർത്തിരമ്പി വരികയാണ്. ഹാഫ് പാന്റ് ധരിച്ചിരുന്ന എന്റെ കാൽമുട്ടിന് താഴെ അതിൽ ചിലത് പറ്റിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു. ചോര കുടിക്കുന്ന വാമ്പയർ ബാറ്റുകളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരം വാമ്പയർ ബാറ്റുകളെപ്പോലെ അവയുടെ അഗ്രം കൂർത്ത പല്ലുകൾ എന്റെ കാലിൽ ആഴ്ന്നിറങ്ങി. ഒരുപക്ഷെ ആദ്യം പറന്നു വന്ന ആ കടവാവലിന്റെ ആക്രമണത്തിൽപ്പെട്ട് മുറിവേറ്റപ്പോൾ ഉണ്ടായ ബ്ലഡിന്റെ സ്മെല്ലായിരിക്കും ഇവയെ കൂട്ടമായി എന്റെ മേലേക്ക് ആകർഷിച്ചത്. ചോരക്കുടിയന്മാരായ ആ ജീവികളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ഞാൻ ആ അറയിൽ നിന്ന് ഒരുവിധം പുറത്തു കടന്നു. അവറ്റകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഞാൻ ആ അറയുടെ വാതിലുകൾ നന്നേ കഷ്ടപ്പെട്ട് അടച്ചുപൂട്ടി. എങ്കിലും ചിലതെല്ലാം ആ അറയിൽ നിന്ന് പുറത്തു കടന്ന് എന്റെ പിന്നാലെ കൂടി. പ്രാണരക്ഷാർത്ഥമുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ആ ബേസ്മെന്റിലെ മറ്റൊരു ഡോറിന് മുന്നിലാണ് ഞാൻ എത്തിയത്. ചാവി വേണ്ടി വന്നില്ല അത് തുറക്കാൻ. എന്റെ ഒറ്റ ചവിട്ടിൽ ആ കതക് തുറന്നുപോയി. കണ്ണിൽ കണ്ട വഴിയിലൂടെ ഞാൻ ഓടി. നീളമുള്ള ഒരു തുരങ്കത്തിലേക്കാണ് പ്രവേശിച്ചതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. വെട്ടത്തിന്റെ ഏക സോഴ്സ് എന്റെ മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് മാത്രം. കുറെ നേരമായിട്ട് ഞാൻ ഓടുകയായിരുന്നു. ആ തുരങ്കത്തിന്റെ സൈഡിൽ ഞാൻ മറ്റൊരു വഴി കൂടി കണ്ടു. പക്ഷേ ഞാൻ നേരെ തന്നെ ഓടി. ഈ തുരങ്കത്തിന് ഒരന്തവുമില്ലേ? ഓടി ഓടി ഒടുവിൽ ഞാൻ വേറൊരു വലിയ ഹാളിലെത്തി. ഇരുട്ട് നിറഞ്ഞ ഒരിടം, അതും വലിയൊരു ബേസ്മെന്റ് തന്നെ. അവിടെയും ഞാൻ കണ്ടു പണ്ട് പുരാതന കാലത്തെ ഒരു സ്റ്റെയർ. തടികൊണ്ട് നിർമ്മിച്ച ആ സ്റ്റെയർ കയറി ഞാൻ ചെന്നത് ഒരു കുടിസു മുറിയിലേക്കായിരുന്നു. അതിന്റെ തറയും തടികൾ കൊണ്ട് പണിതതായിരുന്നു. തറയിൽ നിരത്തിയിരുന്ന വീതിയേറിയ ഒരു പലക ഏറെ കഷ്ടപ്പെട്ട് തള്ളി മാറ്റിയാണ് ഞാൻ ആ മുറിയിലെത്തപ്പെട്ടത്. അവിടെ സൂര്യപ്രകാശം എത്തുന്നുണ്ടായിരുന്നു. ആ മുറിയുടെ ഒരു ഭാഗത്തെ ഭിത്തി പകുതി തടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. വീതി കുറഞ്ഞ നീളം തടികൾ അടുക്കി അടുക്കി വെച്ചാണ് മുകളിലേക്ക് പണിതിരിക്കുന്നത്. ഞാൻ എവിടെയാണ് എത്തിയതെന്നോ ഇത് ഏത് സ്ഥലമാണെന്നോ എനിക്ക് യാതൊരു ഐഡിയയും കിട്ടിയില്ല. നടന്ന് വിഷമിച്ച ഞാൻ ആ മുറിയിലെ തറയിലിരുന്നു. കിതപ്പ് മാറിയതിനു ശേഷമാണ് തടിയഴികൾക്കിടയിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കിയത്. പുറത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ അങ്ങ് അന്തം വിട്ടുപോയി. ഞാൻ താമസിക്കുന്ന പത്തായപ്പുരയുടെ മുകളിലത്തെ നില എനിക്ക് അവിടെ ഇരുന്ന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കോവിലകത്തിന്റെ പടിപ്പുര കണ്ടതോടെ എനിക്ക് തീർച്ചയായി ഞാനിപ്പോൾ ഇരിക്കുന്നത് മാണിക്കശ്ശേരി കോവിലകത്തിന്റെ ഏതോ ഒരു മുറിയിലാണ്. പത്തായപ്പുരയുടെ ബേസ്മെന്റിൽ നിന്ന് ഒരു രഹസ്യ അറ കോവിലകത്തെ നിലവറയിലേക്ക് വന്നു ചേരുന്നു. പണ്ട് കാലത്ത് പണിതിരുന്ന ക്ഷേത്രങ്ങളിലും ഇല്ലങ്ങളിലും ഇങ്ങനെ നിലവറകളും തുരങ്കങ്ങളുമൊക്കെ പണിയുമായിരുന്നുവെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. രാജാവിന്റെ ഭരണകാലത്ത് പണിത കോവിലകമാണ് ഈ മാണിക്കശ്ശേരി കോവിലകം. മുത്തശ്ശന്റെ മുൻ തലമുറയിലുള്ളവർ ഏതോ നാടുവാഴിയുടെ സേനാനായകന്മാരൊക്കെ ആയിരുന്നുവെന്ന് അമ്മ പറഞ്ഞറിയാം. ചില സിനിമകളിലും കഥകളിലും കണ്ടും കേട്ടുമറിഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നേരിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. വന്ന വഴിയെ പത്തായപ്പുരയിലേക്ക് പോകുന്നത് ഇനി അപകടമാണ്. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് പുറത്തു കിടക്കുക? എനിക്കാകെ ടെൻഷനായി. ഞാനിരുന്ന ആ ചെറിയ അറയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. അതുന്തിയും തള്ളിയും തുറക്കാൻ നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. അറയുടെ അപ്പുറത്തും ഇപ്പുറത്തും മുറികളാണ്. അവിടെ നിന്നൊക്കെ ആരുടെയോ സംസാരം കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് കൃഷ്ണമാമയുടെ ശബ്ദവും കേട്ടു. എത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും? തിരിച്ച് വന്ന വഴി തന്നെ പോകാമെന്ന് വെച്ചാൽ ആ ചോരകുടിയന്മാരായ ഞെറിച്ചിലുകൾ എന്നെ ചിലപ്പോൾ ബാക്കി വെച്ചേക്കില്ല. അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് പുറത്തുനിന്ന് ഗൗരിയുടെ ശബ്ദം ഞാൻ കേട്ടത്. അവൾ ആരോടോ സംസാരിക്കുകയാണ്. ഒരു പക്ഷേ വലിയമ്മായിയോടായിരിക്കും, അല്ലെങ്കിൽ കൃഷ്ണേട്ടന്റെ മകൾ അശ്വതിയോട്. ചീവട്ടം പിടിച്ച്
ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അവൾ ഈ അറയുടെ പുറത്തെങ്ങാനും വന്നിരുന്നെങ്കിൽ ഒരു ഹെൽപ്പ് അവളോട് ചോദിക്കാമായിരുന്നു. എന്റെ പ്രതീക്ഷ വെറുതെ ആയില്ല. അറയുടെ പുറത്ത് ഒരു കൊലുസിന്റെ കിലുക്കം കേട്ടപ്പോൾ ഞാൻ തറയിൽ നിന്ന് എണീറ്റ് നോക്കി. പുറത്ത് ഗൗരിയാണ്. തീരെ ചെറിയ വിടവുകളുള്ള ആ തടി അഴികളിലൂടെ അവൾക്കെന്നെ കാണാൻ കഴിയില്ല. പക്ഷേ ആ അഴികളിലൂടെ എനിക്കവളെ നന്നായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഗൗരി, ഗൗരി, ദേ ഇവിടെ. അവളുടെ ശ്രദ്ധയാകർഷിക്കാൻ ഞാൻ പലതവണ അവൾ വിളിച്ചു. അഴികളിൽ തട്ടിയും മുട്ടിയും ശബ്ദമുണ്ടാക്കി. ഒടുവിൽ അവളുടെ നോട്ടം അഴികളിലേക്ക് നീണ്ടുവന്നു. എന്റെ ദയനീയമായ ശബ്ദം കേട്ട് അവൾ ആ അറയുടെ മുന്നിലുള്ള ഇറയത്തെത്തി. സീ എങ്ങനെയാ ഇതിന്റെ അകത്ത് പെട്ടത്? അതൊക്കെ പറയാം പെണ്ണെ. താൻ എങ്ങനെയെങ്കിലും ഇതിന്റെ കഥകൊന്ന് തുറക്ക്. കൃഷ്ണമാമ തൊട്ടപ്പുറത്തെ മുറിയിലിരിക്കുകയാ. അദ്ദേഹം പോട്ടെ. പിന്നെയും കുറച്ചു നേരം എനിക്ക് ആ അറയിൽ ഇരിക്കേണ്ടി വന്നു. ഒടുവിൽ ഗൗരി ആ അറയുടെ കഥക് തുറന്ന് അകത്തു വന്നു. ശബ്ദമുണ്ടാക്കാതെ ഞാൻ ആ അറയിൽ നിന്ന് അവളുടെ പിന്നാലെ പുറത്തു കടന്നു. ഏതൊക്കെയോ മുറികളിലൂടെ കയറിയിറങ്ങി ഞാൻ അവളോടൊപ്പം വടക്കിനി കോലായിലെത്തി. ഞാൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഗൗരിയോട് പറയാൻ ഒരുങ്ങിയതും അവൾ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഒന്നും പറയണ്ട, എല്ലാം പിന്നെ. രാത്രി കാവിൽ വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാകും. വടക്കിനിക്കരികിലെ അരമതിലിനോട് ചേർന്ന ഗേറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗൗരി എന്നോട് പറഞ്ഞു, ഈ വഴിയിലൂടെ വേഗം പൊയ്ക്കോളൂ, ആരും തന്നെ കാണില്ല. ടൈം ഒട്ടും വേസ്റ്റാക്കാതെ ഞാൻ ആ വഴിയിലൂടെ പത്തായിപ്പുഴയിലെത്തി. കാർപോർച്ചിൽ നരേന്ദ്രൻ മാമയുടെ കറുത്ത കാർ കണ്ടില്ല. ഇതുവരെ അമ്മാവൻ എത്തിയിട്ടില്ല. അതറിഞ്ഞതോടെ എനിക്ക് വല്ലാത്ത ഒരാശ്വാസം തോന്നി. മുൻവശത്തെ മെയിൻ ഡോർ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിലൂടെ അകത്തു കടന്നു. സുധാമ്മായിയെ അവിടെ എങ്ങും കണ്ടില്ല. ഉച്ചമയക്കത്തിലായിരിക്കും. ഞാൻ എന്റെ മുറിയിലെത്തി. കയ്യിലിരുന്ന താക്കോൽ കൂട്ടത്തിൽ നിന്ന് ആ ചെറിയ ചാവി കണ്ടുപിടിച്ച് ബേസ്മെന്റിലേക്ക് തുറക്കുന്ന ആ ചെറിയ അറയുടെ കതക് ഞാൻ പഴയതുപോലെ പൂട്ടി. പിന്നീട് ആ താക്കോൽ കൂട്ടം എടുത്തെടുത്ത് തന്നെ വെച്ചു. അതോടെ സമാധാനത്തിൽ എന്റെ മുറിയിൽ കയറി വാതിലടച്ച് ഞാൻ ബെഡിലേക്ക് മറിഞ്ഞു. നല്ല ക്ഷീണമുണ്ടായിരുന്ന ഞാൻ കിടന്നയുടനെ ഉറങ്ങിപ്പോയി. വൈകിട്ട് ഉറക്കമുണർന്നപ്പോൾ പുറത്തു പോയിരുന്ന നരേന്ദ്രൻ മാമ വീട്ടിലെത്തിയിരുന്നു. ഡിന്നറിന് അന്ന് അദ്ദേഹം എന്റെ കൂടെ ഇരുന്നില്ല. എന്തോ തിരക്കുള്ള ജോലി അകപ്പെട്ടതുപോലെ നരേന്ദ്രൻ മാമ ഫോണിൽ ആരോടോ സംസാരിക്കുകയും പിന്നീട് വീണ്ടും കാറിൽ കയറി പുറത്തേക്ക് പോകുന്നതും കണ്ടു. സുധാമായി റൂമിൽ കയറി വാതിലടച്ചതോടെ ഞാൻ പത്തായപ്പുരയ്ക്ക് പുറത്തു കടന്നു. ഞാൻ ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഇറങ്ങിയതും ചുറ്റും നിറഞ്ഞ ഇരുട്ടിൽ നിന്ന് ഒരു ചിറകിടി ശബ്ദം കേട്ടു. അത് ആ കൂമനായിരുന്നു. അതും എന്റെ പിന്നാലെ തന്നെ മാണിക്കശ്ശേരി കാവിലേക്ക് പ്രവേശിച്ചു. എന്നെ പ്രതീക്ഷിച്ചെന്ന പോലെ ഗൗരി കാവിലെ ചിത്രകൂടങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. എന്റെ അമ്മയെപ്പോലെ തന്നെ ഗൗരിക്കും നിലം മുട്ടത്തക്ക വിധം നല്ല നീളമുള്ള കറുത്ത നീലൻ മുടിയുണ്ടായിരുന്നു. അവളുടെ അഴിഞ്ഞു വിടർന്നു കിടന്ന ആ മുടിയിലേക്കായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവനും. കാവിലെ കാട്ടുചെടികൾക്കിടയിലൂടെ അവൾ നടന്നു നീങ്ങി. ഞാനും അവളുടെ പിന്നാലെ നടപ്പു തുടർന്നു. ആ പരിസരമാകെ കാട്ടുചെമ്പകം പൂത്ത ഒരു സുഗന്ധമായിരുന്നു. യക്ഷി അമ്പലത്തിന് മുന്നിലുള്ള കൽവിളക്കിലെ എണ്ണവറ്റാത്ത ഒന്ന് രണ്ട് തിരികൾ മാത്രം ആ സമയത്ത് അണഞ്ഞു പോകാതെ തെളിഞ്ഞു നിന്നു. ആ നേർത്ത വെട്ടത്തിൽ ഞാൻ കാവിലെ കാഴ്ചകൾ നോക്കിക്കണ്ടു. നീലൻ കാട്ടുവള്ളികൾ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന മരത്തിന് കീഴെ കണ്ട നാഗശിലകളും ചിത്രകൂടങ്ങളും കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ഭയം തോന്നി. ഈ രാത്രി സമയത്തിങ്ങനെ ഇറങ്ങി നടക്കാൻ പേടിയില്ലേ പെണ്ണേ നിനക്ക്? ഞാൻ ആരെ പേടിക്കാനാ? എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ ചിരിച്ചു. പേരറിയാത്തൊരു മരക്കൊമ്പിൽ ചുറ്റി വരിഞ്ഞു കിടന്ന ഊഞ്ഞാല് പോലെയുള്ള ഒരു തടിയൻ വള്ളിയിൽ അവൾ ഇരുന്നു. ഒപ്പമിരിക്കാൻ അവൾ എന്നെയും ക്ഷണിച്ചു. മടി കൂടാതെ ഞാനും അവളുടെ അരികിലിരുന്നു. അവളിൽ നിന്ന് അല്പം അകലം പാലിച്ചിരുന്ന എന്നെ ഇടം കണ്ടിട്ട് ഒന്ന് നോക്കിയതിനു ശേഷം ഗൗരി ഒരു പുഞ്ചിരിയോടെ എന്നോട് ചേർന്നിരുന്നു. അപ്പോൾ എനിക്ക് അവളോട് ഏറെക്കാലത്തെ അടുപ്പമുള്ളതായി തോന്നി. ഞങ്ങളിരുന്ന ആ കാട്ടുവള്ളി മെല്ലെ ആടുന്നുണ്ടായിരുന്നു. അന്ന് രാവിലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഞാൻ ഗൗരിയോട് തുറന്നു പറഞ്ഞു. ഏറെ ശ്രദ്ധയോടെ അവൾ അതെല്ലാം കേട്ടിരുന്നു. ഗൗരി
എന്റെ ഒപ്പമുണ്ടായിരുന്ന സമയത്ത് ഞാൻ മറ്റേതോ ലോകത്തിൽ എത്തപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്നോട് ചേർന്നിരുന്ന അവളുടെ ദേഹത്ത് നിന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കാറ്റിൽ പാറിപ്പറന്ന അവളുടെ നീലൻ മുടിയിഴകൾ എന്റെ മുഖത്തുരസി ഇക്ലി കൂട്ടി. എന്തായാലും ഭാഗ്യം, ശ്രീ ആ അറയിൽ തന്നെ വന്ന് പെട്ടത്. മുത്തശ്ശനുണ്ടായിരുന്ന കാലത്ത് ആ അറ പൂജയ്ക്കുള്ള പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ വെക്കാനാ ഉപയോഗിച്ചിരുന്നത്. അതിപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് കൊണ്ട് ആരും താഴിട്ട് പൂട്ടാൻ പോയില്ല. പത്തായപ്പുരയുടെ നിലവറയിൽ ശ്രീകണ്ഠ മൂർത്തിയെ ആരാധിക്കുന്നത് ശ്രീയുടെ നരേന്ദ്രൻ മാമ തന്നെയാ. അതെങ്ങനെ ഉറപ്പിച്ച് പറയാനാവും? ബേസ്മെന്റിൽ നിന്നുള്ള ആ തുരങ്ക വഴി വന്നു ചേരുന്നത് കോവിലകത്തിന്റെ നിലവറയിലേക്കാണ്. അവിടെ നിന്ന് ഒരു ഗോവണി കയറിയാൽ കോവിലകത്തിന്റെ മുകളിലെ ആ അറയിലെത്തും. ഇവിടെയുള്ള ആരെങ്കിലും അവിടെ വന്ന് ആ മൂർത്തിക്ക് വേണ്ടി പൂജയോ ക്രിയയോ ഒക്കെ ചെയ്യാമല്ലോ. ഞാൻ പറയുന്നത് തെറ്റാറില്ല ശ്രീഹരി. അത് പിന്നീട് ശ്രീക്ക് മനസ്സിലാകും. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഒരു ഗൂഢമായ ചിരി ദൃശ്യമായി. ഗൗരിക്കറിയാമോ, ഈ കോവിലകത്തിന്റെ ഏതോ ഒരു അറയിൽ ഒരു യക്ഷിയുണ്ടത്രേ. ആ യക്ഷിയായിരുന്നു മുത്തശ്ശന്റെ ഉപാസനാമൂർത്തി. മുത്തശ്ശന്റെ കാലശേഷം ആ യക്ഷിണിയെ കൃഷ്ണമാമ ഒരു അറയിൽ ആവാഹിച്ച് ബന്ധിച്ചിരിക്കുകയാണ്. കൃത്യമായ പൂജയും കർമ്മങ്ങളും മുടങ്ങിയതിനാൽ ആ യക്ഷി കോവിലകത്തുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവളെ കണ്ടു പേടിച്ചാണ് കൃഷ്ണമാമയുടെ മകൾക്ക് തളർവാദം പിടിപെട്ടത്. അതാ ആ ശക്തിയെ അദ്ദേഹം ആവാഹിച്ചത്. കൃഷ്ണമാമയ്ക്ക് ഒരു മകളുണ്ടെന്നും ആ കുട്ടിയെ ഇപ്പോൾ നോക്കുന്നത് ഗൗരിയാണെന്നും സുധാമായി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഗൗരി ആ യക്ഷിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മാണിക്കശ്ശേരി കോവിലകത്തിന്റെ ഇരുളടഞ്ഞ അറയിൽ നിന്ന് അവളിപ്പോൾ സ്വതന്ത്രയായിരിക്കുന്നു. അവളെ ആവാഹിച്ച് ബന്ധിക്കാൻ കാരണക്കാരനായവന്റെ മരണം, അതാ അവളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു ചുവപ്പ് പടർന്നിരുന്നു. ഗൗരിക്ക് ഇതെല്ലാം എങ്ങനെ അറിയാം? അറയിൽ ആവാഹിച്ച് ബന്ധിച്ച ആ യക്ഷി എങ്ങനെ സ്വതന്ത്രയായി? ആരാ ഗൗരിയോട് ഇതെല്ലാം പറഞ്ഞത്? എല്ലാം എനിക്കറിയാം ശ്രീഹരി. മഹാമാന്ത്രികനായ നാരായണൻ പുറ്റിയുടെ സഹായിയായി നിന്നവളല്ലേ ഞാൻ. അതുകൊണ്ട് ഇതൊക്കെ ആരും പറയാതെ തന്നെ എനിക്കറിയാൻ കഴിയും. അപ്പോൾ കൃഷ്ണമാമയെ ആ യക്ഷി കൊല്ലുമോ? എന്തിന്? ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് കൃഷ്ണമാമയെ അതിന് പ്രേരിപ്പിച്ച ആളെയല്ലേ കൊല്ലേണ്ടത്. അപ്പോൾ നരേന്ദ്രൻ മാമയാണോ ആ യക്ഷിയുടെ ലക്ഷ്യം? ശ്രീഹരി എന്തിനാണ് ആവലാതിപ്പെടുന്നത്? എല്ലാം നേരിൽ തന്നെ കണ്ടറിയാം. നരേന്ദ്രൻ മാമയെക്കുറിച്ച് ഓർത്ത് എനിക്ക് ടെൻഷനായി. അദ്ദേഹമാണല്ലോ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അതുകൊണ്ടാണല്ലോ ഈ കോവിലകം എനിക്ക് കാണാനായത്. ഞങ്ങളുടെ ആ സംഭാഷണം അവിടെ അവസാനിച്ചു. അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാനായില്ല. ദേഹം ആകെ പനിച്ചൂടിൽ ചുട്ടുപൊള്ളി. ഇടയ്ക്ക് മുറിക്ക് പുറത്ത് ആരുടെയൊക്കെയോ കാൽപ്പര്യമാറ്റം കേട്ടു. അടഞ്ഞുകിടന്ന ജനലിനപ്പുറത്ത് നിന്ന് കേട്ട കൂമന്റെ ചിറകടിയും കൂകി അലക്കലും എന്നെ വല്ലാതെ അലോസരപ്പെടുത്തി. നേരം വെളുത്തതോടെ എന്റെ ദേഹത്താകെ വെള്ളം കിട്ടിയ കുമിളകൾ തിണർത്തു പൊങ്ങിയിട്ടുണ്ടായിരുന്നു. നരേന്ദ്രൻ മാമ മുറിയിൽ വന്ന് ഒന്ന് എത്തി നോക്കി പോയതല്ലാതെ എന്നോടൊന്നും ചോദിച്ചില്ല. സുധാമായി ആയിരുന്നു എന്നെ പരിചരിച്ചത്. പക്ഷേ അടുത്ത ദിവസം രാവിലെ ഒരു അത്ഭുതമുണ്ടായി. പത്തായപ്പുരയുടെ ഗേറ്റ് കടന്ന് കൃഷ്ണൻ മാമ കയറി വന്നു. ഹാളിൽ രണ്ടമ്മാവന്മാരും തമ്മിൽ എന്തൊക്കെയോ സംസാരം നടന്നു. അതൊരു വാക്കേറ്റമാണോ എന്ന് ഞാൻ സംശയിച്ചു. കാരണം മുകളിലത്തെ എന്റെ മുറിയിലിരുന്ന് അവിടെ കേട്ട സംഭാഷണം ഒന്നും എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ സുധാമായോടൊപ്പം കൃഷ്ണൻ മാമ എന്നെ കാണാൻ മുകളിലെ എന്റെ മുറിയിലെത്തി. തെല്ലുനേരം എന്നെ തന്നെ അദ്ദേഹം നോക്കി നിന്നു. പിന്നീട് വളരെ സൗമ്യമായി പറഞ്ഞു, കുറച്ചു ദിവസമായിട്ട് ഞാൻ നിന്നെ സ്വപ്നത്തിൽ കാണുന്നു. നിന്നെ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ടാ പുലർക്കാലെയുള്ള ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത്. പക്ഷേ അയാളുടെ മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല.
എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും ആരോ മനസ്സിലിരുന്ന് പറയുന്നു അരുതാത്തതെന്തോ സംഭവിക്കുമെന്ന്. അതാ ഇത്ര രാവിലെ തന്നെ നിന്നെ കാണാമെന്ന് വെച്ചത്. എന്തായാലും നീ എന്റെ മൃദുലയുടെ മകനല്ലേ, എന്റെ ഒരേ ഒരു അനന്തരക്കാരൻ. എല്ലാം ഇട്ടെറിഞ്ഞ് അവൾ പോയതിൽ എല്ലാവർക്കും വലിയ സങ്കടമുണ്ടായി. ആ സങ്കടം സഹിക്കാനാവാതെയാ നിന്നെ മുത്തശ്ശിയും മരിച്ചത്. അതാ എനിക്ക് അവളോട് അടക്കാനാവാത്ത ദേഷ്യം തോന്നിയത്. ഒരു നിമിഷത്തേക്ക് അദ്ദേഹം എന്തൊക്കെയോ ചിന്തിച്ചിരുന്നു. പിന്നെ വീണ്ടും പറഞ്ഞു തുടങ്ങി. എനിക്ക് ആരോടും ദേഷ്യമില്ല. എന്റെ മരണം വരെ ഈ മാണിക്കശ്ശേരി കോവിലകം ഇതേപോലെ കാണണം. ഇളയ അമ്മാവന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ സമ്പാദിച്ച പലതും ഞാൻ അവർക്ക് വീതിച്ച് നൽകിയതാണ്. പക്ഷേ അവരിതെല്ലാം നശിപ്പിച്ചു. ഇത് വീതം വെച്ച് പകുത്താൽ അത് പലരുടെയും കയ്യിലാകും. കോവിലകം നശിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്നോർത്താണ് ഭൂതം കാക്കുന്ന നിധി പോലെ ഇതുവരെ ഞാൻ ഈ കോവിലകം കാത്തത്. ദയയില്ലാത്തവനും ദുഷ്ടനുമാണെന്ന് ഞാൻ കരുതിയ വ്യക്തിയാണ് എന്റെ മുന്നിൽ ഈ വിധം പെരുമാറിയത്. എനിക്ക് ആകെ ഒരു അമ്പരപ്പായിരുന്നു. ആ സമയം നരേന്ദ്രൻ മാമിയെയും ഞാൻ മുറിക്ക് പുറത്തു വെച്ച് കണ്ടു. അതുവരെ കാണാത്ത ഒരു മുഖഭാവമായിരുന്നു അങ്ങേർക്കപ്പോൾ. വലിഞ്ഞു മുറുകിയ മുഖം, ചുവന്ന കണ്ണുകൾ. വാതിൽപ്പടിയിൽ നിന്ന് നരേന്ദ്രൻ മാമ എന്നെ തുറച്ചു നോക്കുകയായിരുന്നു. പൊടുന്നനെ കൃഷ്ണമാമ ചോദിച്ചു, നിനക്ക് കോവിലകത്ത് നിൽക്കാം. അവിടെ നീ സുരക്ഷിതനായിരിക്കും. ഇപ്പോൾ തന്നെ നീ എന്റെ കൂടെ വന്നോളൂ. അദ്ദേഹത്തിന്റെ ആ ക്ഷണം കേട്ട് ഞാൻ അന്തിച്ചു പോയി. ആ സമയത്തും നരേന്ദ്രൻ മാമ എന്നെ തീക്ഷ്ണമായി ഒന്ന് നോക്കി. ചികിത്താനും കടലിനും ഇടയിൽ അകപ്പെട്ടതുപോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ, ഇവിടെ ആരും നിന്നെ തടയാനൊന്നും പോണില്ല. നരേന്ദ്രൻ മാമ അത് പറഞ്ഞതും ഞാൻ കോവിലകത്തേക്ക് പോകാൻ തയ്യാറായി. കൃഷ്ണമാമിയോട് അടുക്കാനും കോവിലകത്ത് താമസിക്കാനും ഞാൻ ഏറെ ആഗ്രഹിച്ചതാണ്. അങ്ങനെയൊരു അവസരം ഒത്തുവന്നപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് തന്നെ അമ്മാവനോടൊപ്പം മാണിക്കശ്ശേരി കോവിലകത്തേക്ക് പോന്നു. പണ്ട് എന്റെ അമ്മ ഉപയോഗിച്ചിരുന്ന മുറിയാണ് അദ്ദേഹം എനിക്ക് തന്നത്. എനിക്ക് ആ മുറി ഒത്തിരി ഇഷ്ടമായി. കൃഷ്ണമാമയുടെ ഭാര്യ ജയാമ്മായി എന്നോടൊന്നും മിണ്ടിയില്ലെങ്കിൽ കൂടിയും എന്റെ കാര്യങ്ങളിലൊന്നും അവർ ഒരു കുറവും വരുത്തിയില്ല. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. എന്റെ അസുഖം ഭേദമായി തുടങ്ങി. കൃഷ്ണമാമ ഏറെ സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയിരുന്നത്. പരിക്കനായി തോന്നിച്ച കൃഷ്ണമാമയുടെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. പക്ഷെ അതേസമയം തന്നെ നരേന്ദ്രൻ മാമ എന്നോട് കാണിച്ചു തുടങ്ങിയ അകൽച്ചയും എന്നെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്റെ കണ്ണുകൾ പലപ്പോഴും ഗൗരിയെ തിരഞ്ഞു. കോവിലകത്ത് താമസം തുടങ്ങിയതിൽ പിന്നെ ഒരേ ഒരു തവണയാ ഞാൻ ഗൗരിയെ കണ്ടത്. ഒരു സന്ധ്യാനേരത്ത് കൃഷ്ണമ്മാമയോട് സംസാരിച്ചു കൊണ്ട് നിന്ന ജയാമ്മായുടെ പിന്നിലായി ഗൗരി നിൽക്കുന്നത് കണ്ടു. പിന്നെ അവൾ എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല. ഒരുപക്ഷെ കൃഷ്ണമ്മാമയുടെ മകൾ അശ്വതിയെ പരിചരിക്കുന്ന തിരക്കിലാകും അവൾ. അശ്വതിയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ആ വയ്യാത്ത കുട്ടിയുടെ അരികിലേക്ക് പനിയുമായി ചെല്ലേണ്ടെന്ന് ഞാൻ കരുതി. എന്റെ അസുഖം മാറി വരുന്നതേയുള്ളൂ. ഒരു വൈകുന്നേരം പുറത്തു പെയ്യുന്ന ചാറ്റൽ മഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കൃഷ്ണമ്മാമ എന്റെ അരികിൽ വന്നിരുന്നത്. മഹാമാന്ത്രികനായ മുത്തശ്ശനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ അദ്ദേഹത്തിനോട് ഞാൻ പത്തായപ്പുരയുടെ നിലവറയിൽ കണ്ട കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ട് കൃഷ്ണമ്മാമയുടെ മുഖഭാവം മാറി. ദേഷ്യമായിരുന്നു ആ കണ്ണുകളിൽ. ഏറെ നേരത്തേക്ക് അദ്ദേഹം എന്നോട് ഒന്നും സംസാരിച്ചില്ല. ഈ കോവിലകത്തിന്റെ നിലവറയിൽ നിന്ന് പത്തായപ്പുരയുടെ നിലവറയിലേക്ക് ഒരു രഹസ്യ തുരങ്കമുണ്ട്. ഈ നിലവറകളെക്കുറിച്ചും രഹസ്യ തുരങ്കത്തെക്കുറിച്ചും എനിക്കും നരേന്ദ്രനും മാത്രമേ അറിയൂ. അച്ഛനത് ഞങ്ങൾ രണ്ടുപേരോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നീ പറയുന്ന ആ മൂർത്തി, അങ്ങനെയൊരു മൂർത്തി പത്തായപ്പുരയുടെ നിലവറയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കണം.
ആ ദുർമൂർത്തിയെ അവിടെ പ്രതിഷ്ഠിച്ച് അതിനെ ആരാധിക്കുന്നവനെയും ജീവനോട് വെച്ചേക്കാൻ പാടില്ല. എന്റെ സംശയങ്ങളും സ്വപ്നങ്ങളും സത്യമാവല്ലേ എന്ന എന്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. ഇന്ന് രാത്രിയിൽ തന്നെ ആ തുരങ്കം വഴി നമുക്ക് പത്തായപ്പുരയുടെ നിലവറയിലെത്തണം. എനിക്കും അതൊന്ന് കാണണം. എന്നിട്ട് വേണം ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ കൃഷ്ണമ്മാമ്മയോടൊപ്പം ആ തുരങ്കത്തിലൂടെ പത്തായപ്പുരയുടെ ബേസ്മെന്റിലെത്തി. അവിടെ ആകെ കനത്ത ഇരുട്ടായിരുന്നു. കൃഷ്ണമ്മാമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് വെട്ടത്തിൽ ഞങ്ങൾ ആ മൂർത്തിയെ പ്രതിഷ്ഠിച്ചിരുന്ന മുറിക്ക് മുന്നിലെത്തി. അടഞ്ഞുകിടന്ന ആ മുറിക്ക് അകത്തു നിന്ന് മന്ത്രോച്ചാരണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ചെവി വട്ടം പിടിച്ച് കൃഷ്ണമ്മാമ്മ ആ മന്ത്രങ്ങൾ ശ്രദ്ധിച്ചു നിന്നു. പിന്നെ താക്കോൽ ദൂരത്തിലൂടെ അദ്ദേഹം അകത്തേക്ക് എത്തി നോക്കി. വല്ലാത്തൊരു നടുക്കം അദ്ദേഹത്തിനുണ്ടായതായി ഞാൻ ശ്രദ്ധിച്ചു. തിടുക്കത്തിൽ എന്റെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് കൃഷ്ണമ്മാമ്മ പറഞ്ഞു, ഇവിടെ നിന്ന് വേഗം നടന്നോളൂ. എന്റെ സംശയങ്ങളും സ്വപ്നങ്ങളും സത്യമാകുമെന്ന സൂചനയാണ് ഈ കാഴ്ച. അങ്ങനെ സംഭവിക്കരുത്. ഞങ്ങൾ ഇരുവരെയും ഒരുമിച്ചിരുത്തിയാണ് അച്ഛൻ മന്ത്രങ്ങൾ ഓരോന്നായി പഠിപ്പിച്ചു തന്നത്. അവയിൽ ദുർമന്ത്രങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. മന്ത്രങ്ങൾ മനുഷ്യ നന്മക്കായി ഉപയോഗിക്കണമെന്ന അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷേ നരേന്ദ്രന്റെ മാർഗം ശരിയല്ല. ആഭിചാരമാണ് അവൻ തിരഞ്ഞെടുത്തതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പലതും പറഞ്ഞ് അവൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. എന്റെ ഉപാസനാമൂർത്തിയെ ഞാൻ മറന്നു. മാണിക്കശ്ശേരി കോവിലകത്തിന്റെ കാവൽക്കാരിയായ യക്ഷിയമ്മയെ ഞാൻ ഇരുളടഞ്ഞ അറയിൽ ആവാഹിച്ചു ബന്ധിച്ചു. അവൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തൊണ്ടയിടറി. കൃഷ്ണമ്മാമ്മയുടെ കൈയും പിടിച്ച് ഒപ്പം നടന്നപ്പോൾ ഞാൻ ഗൗരിയെക്കുറിച്ചാണ് ചിന്തിച്ചത്. അവൾ പറഞ്ഞതെല്ലാം സത്യമാവുകയാണ്. അടഞ്ഞുകിടന്ന അറയിൽ അദ്ദേഹം നരേന്ദ്രൻ മാമിയെ കണ്ടു. മരഗോണി കയറി കോവിലകത്തിന്റെ ചെറിയ അറയിലെത്തിയപ്പോൾ ഞാൻ കൃഷ്ണമാമയോട് പറഞ്ഞു, ഗൗരി പറഞ്ഞത് സത്യമാണ്. അവൾക്കെല്ലാം അറിയാം. മാണിക്കശ്ശേരി കോവിലകത്തിന്റെ കാവൽക്കാരിയായ യക്ഷി നരേന്ദ്രൻ മാമിയെ കൊല്ലും. ഇരുട്ടു നിറഞ്ഞ ആ അറയിൽ നിന്ന് ആ യക്ഷി സ്വതന്ത്രയായിരിക്കുന്നു. മുടങ്ങിപ്പോയ പൂജാകർമ്മങ്ങളും വഴിപാടുകളും ചെയ്താൽ യക്ഷിക്ക് പൂർവാധികം ശക്തി കിട്ടുമെന്നാണ് അവൾ പറഞ്ഞത്. കൃഷ്ണമ്മാമ സംശയത്തോടെ എന്നെ നോക്കി. നീ എന്ത് പിച്ചുമ്പയുമാണ് ഈ പറയുന്നത്? വടക്കിനിലെ അറയിൽ ഞാൻ ആവാഹിച്ച് ബന്ധിച്ച ആ യക്ഷി സ്വതന്ത്രയായെന്നോ? ആരാണ് അവളെ സ്വതന്ത്രയാക്കിയത്? ഗൗരിയാണ് എല്ലാം എന്നോട് പറഞ്ഞത്. അശ്വതിയെ പരിചരിക്കാൻ നിൽക്കുന്ന കുട്ടി ഗൗരിയെക്കുറിച്ചാ ഞാൻ ഈ പറയുന്നത്. മുമ്പ് അവൾ മുത്തശ്ശന്റെ സഹായിയായി ഇവിടെ കഴിഞ്ഞവളല്ലേ. അതുകൊണ്ട് ചില മാന്ത്രിക സിദ്ധികളൊക്കെ അവൾക്കുമുണ്ട്. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകാത്തത് പോലെ കൃഷ്ണമാമ എന്റെ മുന്നിൽ വായും പൊളിച്ചിരിക്കുകയാണ്. ഒടുവിൽ എന്നെ ഒന്നും തന്നെ പറയാൻ അനുവദിക്കാതെ എന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അദ്ദേഹം കോവിലകത്തിന്റെ താഴത്തെ ഒരു മുറിയിലേക്ക് നടന്നു. കഥകിൽ തട്ടി വിളിച്ചപ്പോൾ ജയാമ്മായിയാണ് വന്ന് വാതിൽ തുറന്നത്. രാത്രി ഏറെ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് കൃഷ്ണമാമനോടൊപ്പം എന്നെ അവിടെ കണ്ടപ്പോൾ അമ്മായി ചോദ്യഭാവത്തിൽ ഞങ്ങളെ നോക്കി. അശ്വതി ഉറങ്ങിയോ? അമ്മാവൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് എന്നെയും വിളിച്ച് ആ മുറിയുടെ അകത്തേക്ക് കയറി. കുഴമ്പിന്റെയും കഷായത്തിന്റെയും മണമായിരുന്നു ആ മുറിയിൽ. വലിയ മുറിയുടെ ഭിത്തിയോട് ചേർത്തിട്ടിരുന്ന ഒരു ബെഡിൽ വെളുത്തൽപ്പം മെലിഞ്ഞ ഒരു പെൺകുട്ടി കിടക്കുന്നു. ഭിത്തിക്ക് അഭിമുഖമായിട്ടാണ് അവൾ കിടന്നിരുന്നത്. ആ സമയത്ത് തന്നെ കയ്യിലൊരു മരുന്ന് കുപ്പിയുമായി ഒരു പെൺകുട്ടിയും അവിടേക്ക് വന്നു. ഒരു 20-22 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. അവളെ ചൂണ്ടിക്കാട്ടി കൃഷ്ണമാമ പറഞ്ഞു, ഇതാണ് ഗൗരി, എന്റെ മകൾ അശ്വതിയെ നോക്കുന്ന കുട്ടി. ഇവളാണോ നിന്നോട് അങ്ങനെയെല്ലാം പറഞ്ഞത്? ഇത് ഞാൻ പറഞ്ഞ ആളല്ല. ഇവളല്ല അതെന്നോട് പറഞ്ഞത്. പിന്നെ ഏത് ഗൗരിയെക്കുറിച്ചാണ് നീ പറയുന്നത്? അശ്വതിയെ നോക്കാൻ നിൽക്കുന്ന പെൺകുട്ടി എന്നല്ലേ നീ പറഞ്ഞത്?
അമ്മാവന്റെ വാക്കുകൾ കേട്ട് എനിക്കാകെ ടെൻഷനായി. അതെ, അശ്വതിയെ നോക്കുന്ന കുട്ടി, ആ ഗൗരിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നോട് സംസാരിച്ച ഞാൻ കണ്ട ഗൗരി ഈ പെൺകുട്ടിയല്ല. ഇതിനിടയിൽ ബെഡിൽ ചരിഞ്ഞു കിടന്നിരുന്ന അശ്വതിയെ ജയാമ്മായി നേരെ കിടത്തി. ബെഡിൽ തളർന്നു കിടന്ന ആ പെൺകുട്ടിയുടെ മുഖം കണ്ട് ഞാൻ ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. ഗൗരി, ഞാൻ സംസാരിക്കാറുള്ള എനിക്കറിയാവുന്ന ഗൗരി ആ ബെഡിൽ കിടക്കുന്നു. അവിശ്വസനീയമായ ആ കാഴ്ച കണ്ട് ഞാൻ ആകെ പകച്ചുപോയി. ഗൗരിയെ നുറക്കെ വിളിച്ചുകൊണ്ട് ഞാൻ ആ ബെഡിൽ കിടന്ന പെൺകുട്ടിയുടെ അരികിൽ ചെന്ന് നിന്നു. കൃഷ്ണമാമ അടക്കമുള്ളവർ അന്തം വിട്ട് നിൽക്കുകയാണ്. ഒടുവിൽ പരിഭ്രമിച്ചു നിന്ന എന്നോട് അദ്ദേഹം പറഞ്ഞു, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. 3 വർഷമായിട്ട് എന്റെ കുട്ടി ഒരു വശം തളർന്ന് കിടപ്പിലാണ്. ഇവളൊന്ന് എണീറ്റ് നടക്കാനായിട്ട് ഞാൻ മരുന്നും മന്ത്രവും ഒക്കെ ചെയ്തു. എന്നിട്ടും ഒരു ബലവും ഉണ്ടായില്ല. കൃഷ്ണമാമ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്റെ നോട്ടം അശ്വതിയുടെ മുഖത്തേക്കായിരുന്നു. കോവിലകത്ത് വന്നപ്പോൾ മുതൽ എന്റെ കണ്ണുകൾ തിരഞ്ഞ അതേ മുഖം. കാവിലും പടിപ്പുരയിലുമായി ഞാൻ അവളെയാണ് കണ്ടത്. വടക്കിനിയിലെ അറയിൽ നിന്ന് ഞാൻ അവളുടെ ശബ്ദമാണ് കേട്ടത്. അതേ നീലൻ മുടി, ആ മുഖം. എന്റെ നോട്ടം കണ്ട് ബെഡിൽ കിടന്ന ആ പെൺകുട്ടിയും എന്നെ കണ്ണെടുക്കാതെ നോക്കി. ആരോ നിന്നെ വളരെ സമ്മർദ്ദമായി കബളിപ്പിച്ചിരിക്കുന്നു ഹരി. ആദ്യമായി ഗൗരിയുടെ ശബ്ദം കേട്ട വടക്കിനിക്കോലായിലെ ആ അറ, അവിടേക്ക് ഞാൻ കൃഷ്ണമാമി വിളിച്ചുകൊണ്ടുപോയി. അവിടെയാ ഗൗരിയുടെ താമസം. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞത്. അറിയാതെ ആരോ മുറിയിൽ തടച്ച അവളെ ഒരു ദിവസം ഞാൻ ആ കഥക തുറന്ന് രക്ഷിച്ചത്. ഗൗരിയുടെ പേര് പറഞ്ഞ് എന്റെ മകൾ അശ്വതിയുടെ രൂപത്തിൽ നിന്റെ മുന്നിൽ വന്നത് ആരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ ഈ അറയിൽ ആവാഹിച്ച് ബന്ധിച്ച മാണിക്കശ്ശേരി കോവിലകത്തെ യക്ഷിയെ ശ്രീഹരിയാണ് മുറി തുറന്ന് സ്വതന്ത്രയാക്കിയത്. നിന്റെ ജന്മനക്ഷത്രം, അതിന്റെ ശക്തിയാലും സാന്നിധ്യത്തിലുമാണ് അവൾക്ക് മാന്ത്രിക ബന്ധനത്തിൽ നിന്ന് മോചിതയാകാൻ കഴിഞ്ഞത്. എന്തായാലും അവൾ നിനക്ക് ഒരു ദോഷവും വരുത്തില്ല. മാന്ത്രിക ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രയായിട്ടും ആ ശക്തി കോവിലകത്തുള്ള ഒരാൾക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കിയില്ല. ആരെയും അവൾ ഭയപ്പെടുത്തിയില്ല. അതിനർത്ഥം കോവിലകത്തുള്ളവരുടെ പതനം അത് ആഗ്രഹിക്കുന്നില്ല. എന്റെ കുട്ടിയെ ഭയപ്പെടുത്തി തളർത്തിക്കളഞ്ഞത് അച്ഛന്റെ ഉപാസനാമൂർത്തിയായ ആ യക്ഷിയാണെന്ന് ഞാൻ കരുതി. നരേന്ദ്രൻ അങ്ങനെ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പൂജയും കർമ്മങ്ങളും മുടങ്ങിപ്പോയതുകൊണ്ടുണ്ടായ യക്ഷിശാപമാണ് അശ്വതിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഞാനും വിശ്വസിച്ചു പോയി. പക്ഷേ അവൻ തുടങ്ങിവെച്ച ദുർമന്ത്രവാദത്തിന്റെ ഫലമാണ് ഇതെല്ലാം. കോവിലകം ക്ഷയിച്ചു. ആപത്ത് കാലത്ത് ഉപാസനാമൂർത്തികളെപ്പോലും ഞാൻ അകറ്റി നിർത്തി. കൃഷ്ണമാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹം എന്നോടായി പറഞ്ഞു, ഹരി പൊയ്ക്കോളൂ, നീ ഒന്നുകൊണ്ടും ഭയക്കേണ്ട. മാണിക്കശ്ശേരി കോവിലകത്തെ യക്ഷി നിനക്ക് കാവലുണ്ട്. കൃഷ്ണമാമ്മ പൂജാമുറിയിൽ കയറി വാതിലടച്ചു. ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കൺമുന്നിൽ കണ്ട കാഴ്ചകളെല്ലാം വെറും മായക്കാഴ്ചകളായിരുന്നു. പാതിരാത്രി കഴിഞ്ഞിരുന്നു. പുറത്ത് പതിവിലും ഇരുട്ടായിരുന്നു. ചന്ദ്രനുദിക്കാത്ത ആ രാത്രിയിൽ വലിയൊരു ഇരമ്പത്തോടെ മഴ പെയ്തു തുടങ്ങി. ശക്തമായ കാറ്റിൽ മരച്ചില്ലകൾ ആടിയുലഞ്ഞു. ഉറക്കം വരാതെ ഞാൻ എൻ്റെ മുറിയിൽ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി കിടന്നു. കാറ്റിൽ ജനൽപ്പാളികൾ കൊട്ടിയടച്ചിട്ടും ഞാൻ ജനലടച്ചില്ല. ഇരുട്ടിൽ വടക്കിനിക്കോലായിലും പടിപ്പുരയിലും സർപ്പക്കാവിലും കണ്ട ഗൗരി, എന്നോട് സംസാരിച്ച ഗൗരി, ഒരിക്കൽ കൂടി ആ രൂപത്തെ ഒന്ന് കാണാൻ എന്റെ കണ്ണുകൾ കൊതിച്ചു. ജനാലയ്ക്കപ്പുറമുള്ള ഇരുട്ടിൽ അവളുടെ രൂപം ഒരു വട്ടമെങ്കിലും പ്രത്യക്ഷമാകുമെന്ന് ഞാൻ വിചാരിച്ചു. പുറത്ത് കാറ്റിലുലയുന്ന മരച്ചിലയിൽ നിന്ന് എന്നെ പിന്തുടരാറുള്ള ആ കൂമൻ ജനൽപ്പടിക്ക് മുകളിൽ പറന്നു വന്നിരുന്നു. അതിന്റെ വട്ടക്കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങി. ആദ്യമൊക്കെ ആ കണ്ണുകളുടെ തിളക്കം
എന്നെ ഭയപ്പെടുത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അതെനിക്കൊരു പതിവ് കാഴ്ചയായിരിക്കുന്നു. മഴയേറ്റ് പറന്നു വന്ന ആ നിശാചരൻ തന്റെ തൂവലിൽ പറ്റിപ്പിടിച്ചിരുന്ന മഴത്തുള്ളികളെ കുടഞ്ഞു തെറിപ്പിച്ചു. എനിക്കൊട്ടും സംശയം തോന്നാത്ത വിധം അതിവിദഗ്ധമായി ഗൗരി എന്നെ കബളിപ്പിച്ചു. കൃഷ്ണമാമ പറയുന്നത് പോലെ അവളൊരു യക്ഷിയാണെന്ന് ചിന്തിക്കാൻ പോലും ഇപ്പോഴും എന്റെ മനസ്സ് തയ്യാറാകുന്നില്ല. മഴയിൽ കുളിച്ചു നിൽക്കുന്ന മരങ്ങളെ നോക്കി ഓരോന്നും ചിന്തിച്ച് ഞാനങ്ങനെ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ മാണിക്കശ്ശേരി കോവിലകത്തിന്റെ നിലവറ കാഴ്ചകൾ എന്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. ആ തുരങ്ക വഴിയിലൂടെ ഞാൻ നടക്കുന്നു. വിയർത്ത് കുളിച്ച് ഞാൻ ചെന്ന് നിന്നത് പത്തായപ്പുരയുടെ ബേസ്മെന്റിലാണ്. അവിടെയുള്ള ചെറിയ അറ, അതിന്റെ കതക് വലിയ ശബ്ദത്തോടെ എന്റെ മുന്നിൽ തുറക്കപ്പെട്ടു. അറയിലെ ആ വലിയ കളിമൺ പ്രതിമ, ആ ദുർമൂർത്തിക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. പുകച്ചുരുളുയരുന്ന ഹോമകുണ്ടത്തിന് മുന്നിൽ തന്നെ മന്ത്രജപങ്ങളുമായി നരേന്ദ്രൻ മാമ ചമ്രം പണിഞ്ഞിരിക്കുന്നു. പ്രതികരണശേഷി നഷ്ടമായ ഞാൻ അനങ്ങാതെ നരേന്ദ്രൻ മാമയുടെ അരികിൽ വെച്ചിരുന്ന ഒരു പീഠത്തിലിരുന്നു. എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അയാൾ എന്നെ ഒരു കറുത്ത പട്ടുടിപ്പിച്ചു. എന്റെ നെറ്റിയിൽ കറുത്ത കുറി വരച്ചു. ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ കറുത്ത പുകപടലത്തിന് അസഹനീയമായ ദുർഗന്ധമായിരുന്നു. നോക്കി നിൽക്കെ ആ കറുത്ത ധൂമം അതിഭയാനകമായ ഒരാൾരൂപമായി മാറി. അതിന്റെ നീലൻ നാവിൽ നിന്ന് ഉമിനീർത്തുള്ളികൾ എന്റെ മുഖത്തേക്ക് ഇറ്റു വീണു. ഞാൻ അവിടെ നിന്ന് എണീറ്റോടാനായി ശ്രമിച്ചു. പക്ഷേ ആവുന്നില്ല. എന്റെ ശരീരം മറ്റാരുടെയോ നിയന്ത്രണത്തിലാണ്. മുറിയിലെ ബെഡിൽ കിടന്നുകൊണ്ട് ഒരു ദുസ്വപ്നം കാണുന്നത് പോലെയാണ് ആദ്യമൊക്കെ എനിക്ക് തോന്നിയത്. പോകെ പോകെ എനിക്ക് മനസ്സിലായി, അതൊരു ദുസ്വപ്നമല്ല. ഞാൻ കണ്ടതും അനുഭവിച്ചതും എല്ലാം സത്യമാണ്. ഞാനിപ്പോൾ ആ ഉഗ്രമൂർത്തിക്ക് മുന്നിൽ ചമ്രം പണിഞ്ഞിരിക്കുകയാണ്. അറയ്ക്കുള്ളിൽ ചുറ്റിക്കറങ്ങിയ കറുത്ത പുക ആ മൂർത്തി രൂപത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ്. ജീവനുള്ളതുപോലെ ആ ചെകുത്താന്റെ കണ്ണുകൾ ചുവന്നു തിളങ്ങി. പൊടുന്നനെ മന്ത്രജപങ്ങൾ നിർത്തി നരേന്ദ്രൻ മാമ എന്നെ നോക്കി. ഇതാണ് ഞാൻ ഉപാസിക്കുന്ന എന്റെ ഉപാസനാമൂർത്തി. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ശക്തിയായത്. എന്റെ ഏതാഗ്രഹവും ഈ മൂർത്തി നടത്തിത്തരും. അച്ഛൻ പഠിപ്പിച്ച മന്ത്രങ്ങൾ കൊണ്ട് എനിക്കൊരു മേന്മയും ഉണ്ടായില്ല. പക്ഷെ കൃഷ്ണേട്ടന്, അങ്ങേർക്കതുകൊണ്ട് പേരും പ്രശസ്തിയും ഉണ്ടായി. അതോടെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ എന്റേതായ വഴി തിരഞ്ഞെടുത്തു. എന്റെ വളർച്ചയ്ക്ക് ഏട്ടന്റെ മാതൃക്രിയകൾ മാത്രമായിരുന്നു ഒരു തടസ്സം. മാണിക്കശ്ശേരി കോവിലകത്തിന്റെ കാവൽക്കാരിയായ യക്ഷിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഏട്ടന്റെ മാന്ത്രിക കർമ്മങ്ങൾക്ക് കഴിയുമായിരുന്നു. അതിനാൽ അയാൾ ഉപാസിക്കുന്ന ആ ഉപാസനാമൂർത്തിയെ തന്ത്രപൂർവം ഞാൻ അയാളെ കൊണ്ട് തന്നെ ഒരറയിൽ ബന്ധിപ്പിച്ചു. ഏട്ടന്റെ മകൾ അശ്വതി കണ്ടു ഭയന്നത് എന്റെ ഈ ആരാധനാമൂർത്തിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. നരേന്ദ്രൻ മാമയുടെ മുഖത്ത് വല്ലാത്തൊരു ചിരി ദൃശ്യമായി. അയാളുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. എന്റെ മുന്നിലെ വെള്ളിത്തളികയിലിരുന്ന ഇരുതല മുറിച്ചുള്ള നീലൻ വാളിലേക്കായിരുന്നു അയാളുടെ നോട്ടം. ഏതൊക്കെയോ ചുവന്ന കാട്ടുപൂക്കൾ ആ വാളിന് മുകളിലേക്ക് വാരി വിതറിക്കൊണ്ട് നരേന്ദ്രൻ മാമ ഉച്ചത്തിൽ പറഞ്ഞു, ഈ അമാവാസിയിൽ എന്റെ ഇഷ്ടമൂർത്തിക്ക് മുന്നിൽ ബലിയായി നൽകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് നിന്നെ വിളിച്ചു വരുത്തിയത്. അതിന് ഏറ്റവും യോജിച്ചവൻ നീ തന്നെയാണെന്ന് എനിക്ക് തോന്നി. എന്റെ നേർപ്പെങ്ങളുടെ മകൻ, കോവിലകത്തെ പുതിയ തലമുറയിലുള്ളവൻ, എല്ലാം കൊണ്ടും നീയാണതിന് ഏറെ യോജിച്ചവൻ. ഈ ബലിയോടുകൂടി എന്റെ ശക്തി ഇരട്ടിക്കും. പിന്നെ ഇവിടെ ഒരാൾക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. നിന്നെ കൊന്നത് കൃഷ്ണേട്ടനാണെന്ന് ഞാൻ വരുത്തി തീർക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ നേരത്തെ തന്നെ ഒരുക്കിയതാണ്. നരേന്ദ്രൻ മാമ അങ്ങനെ ഓരോന്നും ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ്.
എനിക്കൊന്നും തന്നെ ചെയ്യാനാവുന്നില്ല. എന്റെ നാവ് പോലും അനങ്ങുന്നില്ലായിരുന്നു. ഏതു നിമിഷവും ആ മൂർച്ചയേറിയ വാൾ എന്റെ കഴുത്തിൽ പതിക്കാം. ആ നിമിഷം ഞാൻ എൻ്റെ അമ്മയെയും അച്ഛനെയും ഓർത്തുപോയി. പെട്ടെന്ന് എന്റെ മുന്നിലെ കളിമണ്ണിൽ തീർത്ത ആ ചെകുത്താന്റെ മൂർത്തിയിൽ വിള്ളലുകൾ വീണു. ഭൂമി കുലുങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. തറയിൽ നിരത്തി വെച്ചിരുന്നതെല്ലാം വിറകൊണ്ടു. അടുത്ത നിമിഷം ആ അറയുടെ തടിവാതിലുകൾ വലിയ ശബ്ദത്തോടെ തുറന്നു വന്നു. പുറത്ത് കൃഷ്ണമാമ നിൽക്കുന്നു. അദ്ദേഹത്തെ അവിടെ കണ്ടപ്പോൾ ചന്ദ്രൻമാമ ഒന്ന് പതറി. നീ ഇവനിൽ സ്തംഭനക്രിയ പ്രയോഗിച്ചോ? കൃഷ്ണമാമ അയാളുടെ നേരെ ചീറി. എന്റെ സ്വന്തം കൂടപ്പിറപ്പായ നിനക്ക് ഇത്രയും നീചനാകാൻ എങ്ങനെ കഴിഞ്ഞു? നരേന്ദ്രൻ മാമ ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഒരു ഭ്രാന്തനെ പോലെ അയാൾ തളികയിലിരുന്ന വാളെടുത്ത് എന്റെ നേർക്ക് പാഞ്ഞെടുത്തു. പക്ഷേ ആരോ അടിച്ചിട്ടതുപോലെ അയാൾ നിലത്തേക്ക് വീണു. ആ വാള് അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആ സമയം അന്തരീക്ഷത്തിൽ വ്യാപിച്ച കാട്ടുചെമ്പകത്തിന്റെ സുഗന്ധത്തിൽ നിന്ന് ആ അദൃശ്യ ശക്തിയെ ഞാൻ മനസ്സിലാക്കി. മാണിക്യശ്ശേരി കോവിലകത്തിന്റെ ഇരുട്ടറയിൽ തളച്ച ആ യക്ഷി സ്വതന്ത്രയായിരിക്കുന്നു. എന്റെ മാന്ത്രികക്രിയകളാൽ അവളിപ്പോൾ പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു. അവൾക്ക് പകയുള്ളത് നിന്നോട് മാത്രമാണ്. നീയും നിന്റെ ഉപാസനാമൂർത്തിയും അവൾക്ക് മുന്നിൽ ഒന്നുമല്ല. കൃഷ്ണമാമ അത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മാത്രമാണ് എനിക്കെന്റെ കൈകാലുകൾ ചലിപ്പിക്കാനായത്. ഞങ്ങൾ ഇരുവരും പുറത്തു കടന്നതും ആ അറയുടെ വാതിലുകൾ സ്വയം അടഞ്ഞുപോയി. നരേന്ദ്രൻ മാമയുടെ ദീനരോധനങ്ങളും എന്തൊക്കെയോ സാധനങ്ങൾ നിലത്ത് വീണുടയുന്ന ശബ്ദവും ആ അറയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണമാമ എന്നെയും വിളിച്ചുകൊണ്ട് തുരങ്ക വഴിയിലൂടെ കോവിലകത്തേക്ക് നടന്നു. തുരങ്കത്തിന്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ മറ്റൊരു വഴി കൂടി കൃഷ്ണമാമ എനിക്ക് കാണിച്ചു തന്നു. അത് മാണിക്യശ്ശേരി കാവിലേക്ക് എത്തുന്ന ഒരു രഹസ്യ വഴിയാണ്. അവിടെ നിന്ന് അദ്ദേഹം എന്നെയും കൂട്ടി നേരെ പോയത് അശ്വതിയുടെ മുറിയിലേക്കായിരുന്നു. മുടങ്ങിയ പൂജാകർമ്മങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഫലം കണ്ടു തുടങ്ങി. അശ്വതിക്ക് ഇപ്പോൾ ഒരു മാറ്റമുണ്ട്. തളർന്നു പോയ അവളുടെ വലത് കൈ ചെറുതായി അനക്കാൻ അവൾക്ക് കഴിയുന്നുണ്ട്. കൃഷ്ണമാമയുടെ ശബ്ദത്തിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ആ സമയം മുറിയിലാകെ ആ ചെമ്പകപ്പൂമണം എനിക്ക് വീണ്ടും അനുഭവപ്പെട്ടു. അശ്വതിയുടെ ബെഡിനരികിൽ ഒരു നിമിഷത്തേക്ക് എനിക്ക് പരിചയമുള്ള ഗൗരിയുടെ രൂപം തെളിഞ്ഞു വന്നു. ആ രൂപത്തെ എനിക്ക് മാത്രമേ അപ്പോൾ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. കണ്ണടച്ചു തുറക്കുന്ന നിമിഷം കൊണ്ട് അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പക്ഷേ അതേസമയം തന്നെ അശ്വതിക്ക് പൂർണ്ണമായും ചലനശേഷി വീണ്ടു കിട്ടി. 3 വർഷങ്ങൾക്ക് ശേഷം അവൾ ആദ്യമായി ആരുടെയും സഹായം കൂടാതെ ബെഡിൽ നിന്ന് എണീറ്റു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവളുടെ ആ നോട്ടവും ഭാവവും ശബ്ദവും എല്ലാം തന്നെ ഗൗരിയെപ്പോലെ തന്നെയായിരുന്നു. അതിനൊന്നും അല്പം പോലും വ്യത്യാസമില്ലായിരുന്നു. അത് എനിക്ക് പരിചയമുള്ള ഗൗരിയാണെന്ന് തന്നെ എനിക്ക് തോന്നി. അടുത്ത ദിവസം രാവിലെ നരേന്ദ്രൻ മാമയുടെ മരണവാർത്ത കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. പക്ഷേ അയാളുടെ ജഡം പത്തായപ്പുരയുടെ നിലവറയിലല്ലായിരുന്നു കിടന്നിരുന്നത്. പകരം മാണിക്യശ്ശേരി കാവിലായിരുന്നു അയാൾ മരിച്ചു കിടന്നത്. കഴുത്തിൽ പല്ലുകളുടെ അടയാളമുണ്ടായിരുന്നു. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിലുള്ള ഒരു അപകട മരണം. അയാളുടെ മരണത്തിന്റെ പിന്നിൽ മാണിക്യശ്ശേരി കോവിലകത്തിന്റെ കാവൽക്കാരിയായ ആ യക്ഷിയാണെന്ന് എനിക്ക് വ്യക്തമായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. അശ്വതിക്ക് ഞാനൊരു അപരിചിതനേ അല്ലായിരുന്നു. ഗൗരിയെപ്പോലെ തന്നെയായിരുന്നു അവൾ എന്നോട് പെരുമാറിയിരുന്നത്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അശ്വതി വീണ്ടും കാവിൽ വിളക്ക് കത്തിച്ചു. അവളോടൊപ്പം വിളക്ക് തെളിയിക്കാൻ ഞാനും ഉണ്ടായിരുന്നു. മുടക്കം കൂടാതെ കൃഷ്ണമാമ പൂജയും വഴിപാടുകളും തുടർന്നു. എന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യനാക്കി. കൃഷ്ണമാമ തന്നെ എന്റെ അമ്മയെയും അച്ഛനെയും കോവിലകത്തേക്ക് വിളിച്ചു വരുത്തി. പിണക്കമെല്ലാം മറന്ന്
ഞങ്ങൾ എല്ലാവരും ഒന്നായി. മാണിക്കശ്ശേരി കോവിലകത്തെ യക്ഷി എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അശ്വതി, അവൾ എന്റെ ഗൗരി തന്നെയായിരുന്നു.